ഹായ് എവറി വൺ, ഗുഡ് ഈവനിങ്. എല്ലാവരും ഹെൽത്തി ആൻഡ് ഹാപ്പി ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുകയാണ്. ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എന്റെ പേര് സ്റ്റെഫി. ഞാൻ വരുന്നത് തലശ്ശേരിയിലാണ്. കറന്റ്ലി ഒരു മെഡിറ്റേഷൻ ട്രെയിനറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിമ്പിൾ അക്കാദമിയിലെ പ്രൊഫഷണൽ ട്രെയിനേഴ്സ് കോഴ്സിൽ 19th ബാച്ചില് മെമ്പറാണ്. ആൻഡ് ഞാൻ ഈ ഒരു കോഴ്സിൽ എത്തിപ്പെട്ടത് എങ്ങനെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ, ഞാൻ പറഞ്ഞു ഞാൻ മെഡിറ്റേഷൻ ട്രെയിനറായിട്ട് വർക്ക് ചെയ്യുകയാണ്. അപ്പോ മറ്റുള്ളവരുടെ അടുത്ത് സംസാരിക്കാനും ഇമോഷണലി സപ്പോർട്ട് കൊടുക്കാനും ഒക്കെ വളരെയധികം ആഗ്രഹമുള്ളൊരു വ്യക്തിയാണ്. അപ്പോ ഈ ഒരു പ്രൊഫഷൻ ചൂസ് ചെയ്തത് തന്നെ വളരെ ഇഷ്ടത്തോടു കൂടിയിട്ടാണ്. മെഡിറ്റേഷൻ എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ട് ഞാൻ ഫോക്കസ് ചെയ്തിരിക്കുന്ന ഏരിയ എന്ന് പറയുന്നത് ഇമോഷണൽ സപ്പോർട്ടാണ്. അപ്പോ കൂടുതൽ ആൾക്കാരിലേക്ക് എത്താനും അവർക്ക് സപ്പോർട്ടീവായിട്ട് മാറാനും ഇൻസ്പയർഡ് ആയിട്ട് സംസാരിക്കാനുള്ള ഒരു ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നു. ഈ ഒരു ആഗ്രഹം തോന്നി തുടങ്ങിയത് മെഡിറ്റേഷൻ കൊടുക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഫീഡ്ബാക്ക്, അതിൽ നിന്ന് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ, ഒരു ഹാപ്പിനെസ്, അത് മറ്റുള്ളവർക്ക് കൂടുതലായിട്ട് കൊടുക്കണം എന്നുള്ള ഒരു ആഗ്രഹം വന്നതിൽ ഒരു ട്രെയിനർ ആകണം, ഒരു പബ്ലിക് സ്പീക്കർ ആകണം, കുറച്ചുകൂടി ആൾക്കാരിലേക്ക് എത്തണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ എവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളതിനെ പറ്റി ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ ഈ ലോ ഓഫ് അട്രാക്ഷനിലൊക്കെ വിശ്വസിക്കുന്ന ഒരാളും കൂടിയാണ്. ഇപ്പം പൊതുവെ നമ്മൾ പറയാറുണ്ടല്ലേ, നിരന്തരമായിട്ട് നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് ആ ആഗ്രഹം അത്രയും ആത്മാർത്ഥമാണെങ്കിൽ അതിന് സപ്പോർട്ടീവ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് മുന്നിൽ അപ്പിയർ ആവുമെന്ന് പറയാറുണ്ടല്ലേ. അതുപോലെ ഞാൻ എൻ്റെ ആ ഒരു ആഗ്രഹത്തിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി എന്ന രീതിയിൽ ഞാൻ വിംബിൾ അക്കാദമിയുടെ ഒരു ആഡ് കാണുമായിരുന്നു. ട്രെയിൻ ദ ട്രെയിനേഴ്സ് എന്ന് പറയുന്ന കോഴ്സിന്റെ ആഡ്. ആൻഡ് ട്രസ്റ്റ് മീ, ഒരു ലൈഫ് ചേഞ്ചിങ് മൂമെന്റ് ആയിരുന്നു അത്. ഒന്നും ആലോചിച്ചില്ല, ജോയിൻ ചെയ്തു. ഒരു ട്രെയിനറെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ആ വ്യക്തി ഒരു മറ്റുള്ളവരിൽ നിന്നും ഒരു യുണീക് പേഴ്സണാലിറ്റി ആയിരിക്കും. സെൽഫ് വൈസ് അവരത്രയും ആയിരിക്കും. മറ്റുള്ളവർക്ക് ഇൻസ്പയർ ആയി അവരെ സപ്പോർട്ടീവ് ചെയ്യാനായിട്ടുള്ള അത്രയും മനസ്സ് വൈസ് ഒരുപാട് പ്രിപ്പയർഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും ട്രെയിനേഴ്സ് എന്ന് പറയാം അല്ലെ. അപ്പൊ ആ ഒരു രീതിയിൽ നമ്മൾ ബിൽഡ് ചെയ്തെടുക്കാൻ എക്സാക്ട്ലി ഒരു ഫൗണ്ടേഷൻ ആവശ്യമാണ് അല്ലെ. പിന്നെ ഈ ട്രെയിനേഴ്സ് എന്ന് പറയുന്ന സമയത്ത് എന്താണ് നമുക്ക് അതിനുള്ളൊരു ഓപ്പർച്യൂണിറ്റീസ്, ജോബ് വൈസ് നമുക്ക് എന്താണ് മുന്നോട്ടുള്ള നമ്മുടെ ഫ്യൂച്ചർ എന്ന് ചോദിക്കുകയാണെങ്കിൽ, മറ്റുള്ളവരെ കേൾക്കാനും അല്ലെങ്കിൽ അവർക്ക് ഇൻസ്പയർ ആയിട്ട് സംസാരിക്കാനും നമുക്ക് സാധിക്കുമെങ്കിൽ എല്ലാ മേഖലകളിലും നമുക്ക് സാധ്യതകളുണ്ട്. ഹെൽത്ത് കെയറിലായിക്കോട്ടെ, ബിസിനസ് ആൻഡ് ഡെവലപ്മെന്റിലായിക്കോട്ടെ, അല്ലെങ്കിൽ സെയിൽസ്, എഡ്യൂക്കേഷൻ, ചൈൽഡ് സൈക്കോളജി, ഏത് മേഖലകളിലും നമുക്ക് സാധ്യതകൾ ഇങ്ങനെ വൈഡ് ആയിട്ട് കിടക്കാണ്. അപ്പോ എല്ലാ മേഖലകളിലും പ്രൊഫഷണൽ ട്രെയിനേഴ്സിന് ആവശ്യമുണ്ട്. പക്ഷെ നമ്മൾ ഓരോരുത്തരും ഫോക്കസ് ചെയ്യുന്ന ഏരിയ ഡിഫറെന്റ് ആയിരിക്കും. ഏത് ഏരിയ ആണെങ്കിലും ട്രസ്റ്റ് മീ, ആ ഏരിയയിൽ നല്ല രീതിയിലുള്ള ഒരു മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ഇൻസ്പയർ ആയിട്ടുള്ള ഒരു ട്രെയിനർ ആയിട്ട് മാറാൻ എക്സലന്റ് ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ് നമ്മുടെ വിംബിൾ അക്കാദമി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ ഒരു കാര്യത്തിൽ ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് ഫേം ആയിട്ടുള്ളൊരു ഡിസയർ ആണ്. ദൃഢമായിട്ടുള്ള ഒരു ആഗ്രഹം നമ്മുടെ മനസ്സിലുണ്ട്. അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മനസ്സും നമുക്കുണ്ടെങ്കിൽ ബാക്കി അതിനെ പ്രിപ്പയർ ചെയ്ത് തരാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സപ്പോർട്ടും നമുക്ക് നമ്മുടെ ഈ ഒരു അക്കാദമി പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് നമ്മുടെ ട്രെയിൻ ദ ട്രെയിനർ എന്ന് പറയുന്ന ഈ ഒരു പ്രോഗ്രാമിനെ പറ്റി പറയുന്ന സമയത്ത് ഒരു പബ്ലിക് സ്പീക്കർ ആകണമെന്ന് ആഗ്രഹത്തോടെ കടന്നു വരുന്ന ഓരോ വ്യക്തിക്കും അവരാഗ്രഹിക്കുന്ന മേഖലകളിൽ ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു പബ്ലിക് സ്പീക്കർ ആയിട്ട് മാറാനുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും പ്രീ പ്ലാൻഡ് ചെയ്തിട്ട് സ്ട്രക്ചേർഡ് ആയിട്ട് നിങ്ങളെ പഠിപ്പിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു കോഴ്സിന്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത്. എന്താണോ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ആ ഒരു ഡ്രീം പ്രൊഫഷണലിന് കൊടുത്തിരിക്കുന്ന ഇമേജ്, അതിനെ എക്സാക്ട്ലി മീറ്റപ്പ് ചെയ്യുന്ന രീതിയിലുള്ള സ്ട്രക്ചേർഡ് ആയിട്ടുള്ള കോഴ്സാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആഗ്രഹം അത് ദൃഢമാണെങ്കിൽ, നമ്മുടെ വിഷൻ, ഇൻറ്റ്യൂഷൻ അത് കറക്റ്റ് ആണെങ്കിൽ പെർഫെക്റ്റ്ലി ഏറ്റവും ഫിറ്റ് ആയിട്ടുള്ള ഒരു സ്പേസിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ആൻഡ് ഇതിനു വേണ്ടി നമുക്ക് സപ്പോർട്ടീവായിട്ട് എല്ലാ സ്ട്രെങ്ത്തും പ്രൊവൈഡ് ചെയ്യുന്ന
നമ്മുടെ മോട്ടിവേറ്റർ ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ റോൾ മോഡൽ എന്ന് തന്നെ പറയണം. ഇപ്പം നമ്മുടെ ഈ ഒരു കാര്യത്തിന് പ്രിപ്പയർ ചെയ്യുന്ന നമ്മുടെ മാസ്റ്റർ ട്രെയിനർ ഫൈസൽ സാർ, കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ആൻഡ് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു പേര് എന്ന് പറയുന്നത് മാസ്റ്റർ ട്രെയിനർ തന്നെയാണ്. കാരണം സാറിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ റിയലി ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ആണ്. സാറ് പേഴ്സണലി ഇൻസ്പയർഡ് ആണെന്ന് മാത്രമല്ല, ഈച്ച് ആൻഡ് മെമ്പേഴ്സിനെയും അതേ എനർജിയിൽ പിക്ക് ചെയ്തെടുക്കാനുള്ള ഒരു കേപ്പബിലിറ്റി, അതാണ് സാറിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. ആൻഡ് നിങ്ങളുടെ ആഗ്രഹം പ്രൊഫഷണൽ ട്രെയിനർ ആകണം എന്നുള്ള നിങ്ങളുടെ ആഗ്രഹം സാറിനെ ഏൽപ്പിക്കുകയാണെങ്കിൽ ആ ഒരു ജേർണിയിൽ ഫ്രം സ്റ്റാർട്ടിങ് ടു എൻഡ് ആ ഒരു കറക്റ്റ് ഡയറക്ഷനിൽ നിങ്ങൾ കൊണ്ടുപോകുന്ന കാര്യം 100% സർ ഏറ്റെടുക്കുന്നതായിരിക്കും. കാരണം പെർഫെക്റ്റ്ലി ആ ഒരു സ്ട്രക്ചേർഡ് ബേസിസിൽ നമുക്ക് കാര്യങ്ങൾ സർ പറഞ്ഞു തരുന്നതായിരിക്കും. മുന്നോട്ടുള്ള സെഷൻ ലീഡ് ചെയ്യുന്നത് ഫൈസൽ സാറാണ്. ആൻഡ് നമ്മൾ ഇന്ന് സ്റ്റെപ്പ് ടു ബിക്കം പ്രൊഫഷണൽ ട്രെയിനർ എന്നുള്ളതാണ് നമ്മുടെ ടോപ്പിക്. അതായത് ഈച്ച് ആൻഡ് എവറിത്തിങ് നമ്മുടെ ആ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് മുതൽ ഉള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലൂടെ കേൾക്കാം. സോ പ്രൗഡ്ലി ലെറ്റ് മീ വെൽക്കം ഫൈസൽ സാർ, ദ മാസ്റ്റർ ഓഫ് ട്രെയിനർ. താങ്ക് യു സ്റ്റെഫി മാം. വളരെ മനോഹരമായിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ സെഷൻ ആയിരുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ ഒരു സെഷനിലേക്ക് ഹൃദ്യമായ സ്വാഗതം. തീർച്ചയായിട്ടും ഇവിടെ മാം ഇവിടെ പറഞ്ഞതുപോലെ തന്നെ ഒരു ട്രെയിനർ ആവുക എന്നുള്ളത് ഒരുപക്ഷെ ഏറെക്കുറെ ആളുകളുടെയും മനസ്സിന്റെ ഉള്ളിൽ ഉണ്ടാകുന്ന ഒരു സ്വപ്നമായിരിക്കും. ഒരു ട്രെയിനർ ആകുക, അതല്ലെങ്കിൽ ഒരു ഇൻഫ്ലുവൻസർ ആകുക എന്നുള്ളത്. ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് എന്നുള്ളതാണ് ഇനിയുള്ള കാലത്ത് അടുത്ത ഒരു ട്രെൻഡായിട്ട് നമ്മൾ കാണുന്നത്. കാരണം ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ആളുകൾക്ക് കൂടുതലായിട്ട് ഏറ്റവും വേഗത്തിൽ നമുക്ക് കുതിക്കാൻ പറ്റും എന്നുള്ളതാണ്. ഒരു ഇൻഫ്ലുവൻസർ ആകണമെങ്കിൽ തീർച്ചയായിട്ടും അതിന് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ ഒരു ട്രെയിനറെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും ഒരു ട്രെയിനിങ്ങിലേക്ക് കടക്കുക, എങ്ങനെ ട്രെയിനിങ് എടുക്കണം, അതിന്റെ സ്റ്റെപ്സുകൾ എന്താണ്, നമുക്ക് എങ്ങനെ നല്ലൊരു ട്രെയിനർ ആയി തീരാൻ പറ്റുമെന്നൊക്കെ ആഗ്രഹിക്കുന്ന, കൊതിക്കുന്ന ഒത്തിരി ആളുകളുണ്ട്. അതല്ലെങ്കിൽ ഞാൻ അത്ര ക്വാളിഫൈഡ് ഒന്നും അല്ലല്ലോ, അപ്പൊ എനിക്കൊരു ട്രെയിനർ ആകാൻ പറ്റുമോ, എനിക്ക് ഒരുപാട് സർട്ടിഫിക്കറ്റ്സും ഉണ്ടല്ലോ, പക്ഷെ എനിക്ക് ഇപ്പോഴും നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നൊക്കെ ചിന്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഇന്ന് നമുക്ക് അത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഇവിടെ സ്റ്റെഫി മാം പറഞ്ഞതുപോലെ തന്നെ എൻ്റെ പേര് ഫൈസൽ എന്നാണ്, ഫൈസൽ CA, നാട്ടിലെ തൃശ്ശൂരാണ്. വിംബിൾ അക്കാദമിയുടെ ഫൗണ്ടറും ഡയറക്ടറുമാണ്. അതേപോലെ തന്നെ കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ്, മാസ്റ്റർ ട്രെയിനറാണ്. പ്രൊഫഷണൽ ട്രെയിനിങ്ങിന്റെ 19 ബാച്ചുകൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഏകദേശം 200-ലധികം പ്രൊഫഷണൽ ട്രെയിനേഴ്സിന്റെ ഒരു കമ്മ്യൂണിറ്റി നമുക്കുണ്ട് എന്നുള്ളതാണ്. അപ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ്. നമ്മുടെ ലൈഫിൽ നമ്മളുടെ ഓരോരുത്തരുടെയും ലൈഫിൽ, നമ്മുടെ ചൈൽഡ്ഹുഡ് മുതൽ നമ്മളിപ്പോ ഇവിടെ എത്തി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മുടെ ലൈഫിൽ ആരെങ്കിലും ഒക്കെ നമ്മളെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ടോ, നമ്മളെ മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ടോ, ഏതെങ്കിലും ഒക്കെ ഒരു ഘട്ടത്തിൽ നമ്മളെ കൈപിടിച്ചുയർത്തിയ, നമുക്കൊരു ടേണിംഗ് പോയിന്റിലേക്ക് ഒരു കാര്യം പറഞ്ഞു തന്ന, അതല്ലെങ്കിൽ നമ്മളെ ചേർത്ത് പിടിച്ച ഏതെങ്കിലും ഒരാൾ നമ്മളുടെ ലൈഫിൽ, ഒരുപക്ഷെ നിങ്ങൾക്ക് ഒന്നിലധികം ആളുകൾ ഉണ്ടാകാം, ബട്ട് ആരെങ്കിലും ഒക്കെ ഉണ്ടോ എന്നുള്ളതാണ്. യെസ് ഓർ നോ എന്നുള്ളതാണ് അതിന്റെ ഒരു. നിങ്ങൾ ചാറ്റ് ബോക്സ് ഉപയോഗിച്ചിട്ട് നിങ്ങളൊന്ന് ടൈപ്പ് ചെയ്തിട്ട് ഒന്ന് റിസൾട്ട് ആൻസർ പറയാം. നിങ്ങളുടെ ലൈഫിൽ ആരെങ്കിലും ഒക്കെ നിങ്ങളെ ഒന്ന് ഇൻസ്പയർ ചെയ്യുകയോ, ഒന്ന് മോട്ടിവേറ്റ് ചെയ്യുകയോ, ഒന്ന് തലോടുകയോ, ഒരു വഴി കാണിച്ചു തരികയോ ഒക്കെ ചെയ്ത ആരെങ്കിലും ഒക്കെ ഉണ്ടോ എന്നുള്ളതാണ്. യെസ്, തീർച്ചയായിട്ടും. അപ്പോ ഒരുപാട് പേര് ഇവിടെ ചാറ്റ് ബോക്സിൽ യെസ് എന്ന് പറയുന്നുണ്ട്. നമ്മളുടെ ഒക്കെ ലൈഫില് നമ്മളെ കൈപിടിച്ചുയർത്തിയ, നമുക്കൊരു ഗൈഡായിട്ട് നിന്ന, ഒരു പക്ഷെ നമ്മൾ പോലും അറിയാത്ത, നമ്മുടെ ഒരു രക്തബന്ധം ഇല്ലാത്ത, അല്ലെ, രക്തബന്ധം എന്ന് നമ്മൾ പറയും, ബ്ലഡ് റിലേഷൻ എന്ന് പറയും, അതല്ലെങ്കിൽ അങ്ങനെ പോലും അല്ലാത്ത, നമ്മളെപ്പോലും അധികം പരിചയമൊന്നും ഇല്ലാത്ത, നമ്മൾ ചിലപ്പോ അത്ര അധികം സംസാരിച്ചിട്ട് പോലും ഇല്ലാത്ത പലരും നമ്മളുടെ ലൈഫിൽ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടാവും, നമ്മളെ സംസാരിച്ചിട്ടുണ്ടാവും, നമുക്കൊരു ഗൈഡായിട്ട് നിന്നിട്ടുണ്ടാകും.
അങ്ങനെയുള്ള പല ആളുകളും നമ്മളുടെ ഒരു ഹൃദയത്തിന്റെ ഉള്ളിൽ നമ്മൾ ഒരു 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 സ്പേസ് നമ്മൾ അവർക്ക് കൊടുക്കും. നമ്മളുടെ ഒരു ടീച്ചർ ആകാം ചിലപ്പോ. ഒരുപാട് ടീച്ചർമാരെ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മുടെ നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിലനിൽക്കുന്ന കുറച്ച് ടീച്ചർമാർ മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മൾക്ക് ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടാകും, ഒരുപാട് അയൽവാസികൾ ഉണ്ടാകും. അങ്ങനെ തുടങ്ങിയിട്ട് ലോകത്ത് എത്രയോ മനുഷ്യന്മാരെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ? എത്രയോ മനുഷ്യന്മാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ നമ്മളെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് കയറ്റി വെക്കുന്ന അപൂർവത്തിൽ അപൂർവം ആളുകളേ ഉള്ളൂ. അവരാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ എന്തൊക്കെയോ നമ്മളെങ്ങനെ നമ്മുടെ ഹൃദയത്തെ തട്ടിയ അതിൽ നമ്മുടെ ലൈഫിനെ ചേഞ്ച് ചെയ്ത കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോ അങ്ങനെയുള്ള കുറച്ച് ആളുകളായിട്ട് നമുക്ക് മാറാൻ സാധിക്കുക എന്ന് പറയുന്നത്, അതായത് നമ്മളുടെ ഹൃദയത്തിൽ നമ്മൾ സൂക്ഷിച്ച, നമ്മളെ എംപവർ ചെയ്ത് ഒരു റിസൾട്ട് പോലും പ്രതീക്ഷിക്കാതെ, ഒരു പൈസ പ്രതീക്ഷിക്കാതെ, അതല്ലെങ്കിൽ അവരെന്തെങ്കിലും അവർ തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ അവര് നമ്മളെ കൈപിടിച്ചുയർത്തി എന്നുള്ളതാണ്. അങ്ങനെ കുറെ ആളുകൾ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് അതേപോലെയുള്ള ആളുകളായി തീർന്നുകൂടാ? ഇതേപോലെ നമ്മൾ ചിന്തിക്കുന്നത് പോലെ നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ നമ്മളൊരു സ്പേസ് കൊടുത്തതുപോലെ എന്തുകൊണ്ട് അനേകായിരം ആളുകളുടെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് നമുക്ക് കടന്നുകൂടാ എന്ന ഒരു ചിന്ത തീർച്ചയായിട്ടും നമ്മളിൽ ഉണ്ടാകുമ്പോഴാണ് ഒരു ഇൻഫ്ലുവൻസർ, അതല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ട്രെയിനർ എന്ന രീതിയിലേക്ക് നമുക്ക് ഉയർന്നു വരണം എന്ന ഒരു ചിന്ത പലപ്പോഴും നമുക്ക് രൂപപ്പെടുന്നത്. അപ്പൊ ആ രീതിയിൽ നമ്മൾ നമ്മുടെ ജീവിതത്തെ മാറ്റുമ്പോൾ പലപ്പോഴും അത് നമ്മളെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ തന്നെ പലപ്പോഴും ആലോചിക്കും എന്തിനാണ് ഇങ്ങനെ ഒരു ജീവിതം എന്ന് പലപ്പോഴും ചിന്തിക്കാറുണ്ട്. പക്ഷേ പലപ്പോഴെങ്കിലും നമ്മൾ ഇടുന്ന ഒരു വോയിസോ അതല്ലെങ്കിൽ നമ്മൾ ഇടപെടുന്ന ഒരു പ്രവർത്തനമോ ചിലപ്പോ ചില ആളുകളിൽ ഭയങ്കര ഇമ്പാക്റ്റ് ഉണ്ടാക്കും. ചിലപ്പോ പറയും, സാറേ സാർ അന്ന് ഇട്ട ഒരു വോയിസ് ഉണ്ടല്ലോ, ആ വോയിസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ജീവിതത്തിൽ വല്ലാത്ത ഒരു തിരിച്ചറിവുണ്ടാക്കി. ഞാൻ അത്ര സങ്കടപ്പെട്ട് ഇരിക്കുന്ന സമയത്താണ് ഞാൻ അങ്ങനെ ഒരു വോയിസ് കേട്ടത്. ഞാൻ മരണത്തിലേക്ക് കടക്കണമോ എന്ന് പോലും ചിന്തിച്ചിരിക്കുന്ന സമയത്ത് ആ വോയിസ് എന്നിൽ ഉണ്ടാക്കിയ ഒരു ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വലുതാണ്. ഒരു പക്ഷെ നമ്മളിട്ട ആ ഒരു വോയിസ് വെറുതെ അൺകോൺഷ്യസ്ലി എപ്പോഴോ എവിടെയോ പോകുന്ന സമയത്ത് വെറുതെ വെറുതെ ഇട്ട ഒരു വോയിസ് ആയിരിക്കും. പക്ഷേ ആ വോയിസിന് പോലും ഒരാളിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് നമുക്കെല്ലാവർക്കും വലിയൊരു പവറുകൾ ഉണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടത്. നമ്മൾ എപ്പോഴും വിചാരിക്കുന്നത് നമ്മുടെ വോയിസുകൾക്ക്, നമ്മളുടെ ഇടപെടലുകൾക്ക്, നമ്മളുടെ സാന്നിധ്യങ്ങൾക്ക് ഒന്നും ഒരു വിലയില്ല എന്നുള്ളതാണ്. പക്ഷേ നമ്മൾ അടിക്കുന്ന ഒരു ലൈക്കിന് പോലും, അല്ലെ, നമ്മൾ സ്റ്റാറ്റസ് കാണുമ്പോൾ ഒരു ഹാർട്ടിന് പോലും മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള ഒരു ഒരു പവർ ഉണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ചില ആളുകള് നമ്മളെ നോക്കിയിട്ട് എന്തൊക്കെയുണ്ട് എന്ന് ചോദിക്കുമ്പോൾ ചിലപ്പോ നമുക്ക് വല്ലാത്തൊരു ഉൾപ്പുളകം ഉണ്ടാവും അല്ലെ? നമ്മള് അതിയായി സ്നേഹിക്കുന്ന, നമ്മൾ ആദരിക്കുന്ന ഒരാള് നമ്മുടെ റോട്ടിലൂടെയോ അതല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകുന്ന സമയത്ത് എന്തൊക്കെയുണ്ട് എന്ന് വെറുതെ ചോദിച്ചാൽ മതി. അപ്പൊ നമ്മൾ മറ്റുള്ളവരോട് എന്നോട് അവർ എന്തൊക്കെയുണ്ട് എന്ന് ചോദിച്ചു എന്ന് പറയും അല്ലെ? അതല്ലെങ്കിൽ നമ്മളുടെ വിശേഷം ചോദിച്ചു എന്ന് പറയും, അതല്ലെങ്കിൽ അവര് നമ്മുടെ വീട്ടിലേക്ക് വന്നു എന്ന് പറയും അല്ലെ? നമ്മള് അവരെന്റെ വീട്ടിലേക്ക് വന്നു ട്ടോ എന്ന് പറയും. അപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഒരുപാടൊന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല. മറിച്ച് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഉപദേശങ്ങൾ അതല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയുക എന്നതിനേക്കാൾ അപ്പുറത്ത് നമ്മുടെ ലൈഫിൽ നിന്ന് നമുക്ക് പലതും പകർന്നു കൊടുക്കാനുണ്ട്. നമ്മളെ കണ്ടുപഠിക്കുക എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് അല്ലെ? നമുക്ക് ഉപദേശിക്കാം അല്ലെ? സംസാരങ്ങളിലൂടെ നമുക്ക് ഒരാളെ മാറ്റിയെടുക്കാം. അതേപോലെ തന്നെ എഴുത്തിലൂടെ നമുക്ക് മാറ്റിയെടുക്കാം. അതേപോലെ തന്നെ ഒരുപാട് കാര്യങ്ങളിലൂടെ നമുക്ക് ആളുകളെ മാറ്റിയെടുക്കാം. പക്ഷെ അതിൽ ഏറ്റവും മനോഹരമായ കാര്യം നമ്മളെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. നമ്മുടെ പേഴ്സണാലിറ്റി കണ്ട്, നമ്മളുടെ ഇടപെടൽ കണ്ട്, നമ്മുടെ സമീപനങ്ങൾ കണ്ട് നമുക്ക് മറ്റുള്ളവരെ ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ ആയിരിക്കും കണ്ടുപിടിക്കുക എന്നുള്ളത്. നമ്മുടെ കുട്ടികൾ നമ്മളെ കണ്ടു പഠിക്കുകയാണെങ്കിൽ നമ്മൾ കുട്ടികളോട് ഇന്നത് ചെയ്യണം എന്ന് പറയേണ്ട ആവശ്യമൊന്നുമില്ല. ബട്ട് അവര് നമ്മളെ കാണുകയാണ്, എന്റെ വാപ്പച്ചി ഇങ്ങനെയാണ് ചെയ്യണത് എന്ന് കണ്ടുപഠിക്കുക എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ. ഇത് നമ്മൾ സമൂഹത്തിലേക്ക് കൊടുക്കുന്ന ഒരു പ്രവർത്തനമാണ് ട്രെയിനിങ് എന്ന് പറയുന്നത്. നമ്മളൊരു ട്രെയിനറാണ്, പക്ഷെ നമ്മൾ ഒട്ടും കൊള്ളൂല. നമ്മൾ വീട്ടിൽ ശരിയില്ല, നമ്മൾ നാട്ടിൽ ശരിയില്ല, നമ്മൾ ആകെ എവിടെയാണ് ഒരു ട്രെയിനിങ് എടുക്കാൻ പോണ സമയത്ത് മാത്രമേ നമുക്ക് എന്തുള്ളൂ, കുറെ വാചാലമടിക്കാനാകൂ എന്നാണെങ്കിൽ അവർക്ക് ട്രെയിനിങ്
പറ്റില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. അപ്പൊ നമ്മളിൽ നിന്ന് തന്നെ നമ്മളെ തന്നെ മാറ്റുന്ന ഒരു പ്രോസസ്സാണ് ട്രെയിനിങ് എന്ന് പറയുന്നത്. ബീയിങ് എ ഗ്രേറ്റ് ട്രെയിനർ എന്ന് പറയുന്നത് ബി എ ബെറ്റർ പേഴ്സൺ എന്നുള്ളതാണ്. നമ്മൾ നല്ല മനുഷ്യനാകുമ്പോൾ മാത്രമേ നമുക്കൊരു ഗ്രേറ്റ് ട്രെയിനർ ആയിട്ട് മാറാൻ സാധിക്കൂ. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മളുടെ ജീവിതത്തെയും നമ്മളുടെ പെരുമാറ്റത്തെയും നമുക്ക് നമ്മുടെ ട്രെയിനീസിലേക്ക് പകർന്നു കൊടുക്കാൻ നമുക്ക് പറ്റണം. ഒരു ഗ്ലാസ്സിൽ നിന്ന് മറ്റൊരു ഗ്ലാസ്സിലേക്ക് വാട്ടറിനെ പകർന്നു കൊടുക്കണമെങ്കിൽ ഇവിടെ എന്തുണ്ടാവണം? വാട്ടർ ഉണ്ടാകണം. വാട്ടർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മറ്റൊന്നിലേക്ക് പകർന്നു കൊടുക്കാൻ സാധിക്കുള്ളൂ. അപ്പൊ ഒരു ഗ്രേറ്റ് ട്രെയിനർ ആകണമെങ്കിൽ തീർച്ചയായിട്ടും ആദ്യം നമ്മൾ നല്ലൊരു മനുഷ്യനായി തീരുക എന്നുള്ളതാണ്. നമ്മൾ നല്ലൊരു മനുഷ്യനായി തീരുമ്പോൾ നമ്മളിലുള്ള ഒരുപാട് സവിശേഷതകളും ഒരുപാട് ഗുണങ്ങളും നമ്മളുടെ കൂടെ ചേർന്ന് നിൽക്കുന്ന നമ്മുടെ ട്രെയിനീസിലേക്ക്, നമ്മുടെ പാർട്ടിസിപ്പൻസിലേക്ക് നമുക്ക് പകർന്നു കൊടുക്കാൻ സാധിക്കും. അതൊരു സസ്റ്റൈനബിൾ ചേഞ്ച് ആയിരിക്കും എന്നുള്ളതാണ്. ഞാനിങ്ങനെ ഒരു പ്രൊഫഷണൽ ട്രെയിനിങ് നമ്മൾ തുടങ്ങിയപ്പോൾ തീർച്ചയായിട്ടും അതിനൊരു പർപ്പസ് ഉണ്ടായിരുന്നു. കാരണം ഞാൻ സൈക്കോളജി ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ എനിക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് കിട്ടുമായിരുന്നു. ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ട് ക്ലാസ് എടുക്കുമായിരുന്നു. ഒരുപാട് സ്കൂളുകളിലേക്ക് എന്നെ വിളിക്കുമായിരുന്നു. അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിലേക്ക് പോയി വിളിക്കുന്ന സമയത്ത് എൻ്റെ കൂടെ പഠിക്കുന്നവരും അതേപോലെ തന്നെ പിന്നെ അതേപോലെ തന്നെ എൻ്റെ ക്ലാസ്സുകളിൽ അറ്റൻഡ് ചെയ്യുന്നവരുമായിട്ടുള്ള പലരും ചോദിക്കാറുണ്ട്, എങ്ങനെയാണ് ഇങ്ങനെ ക്ലാസ്സുകൾ എടുക്കാൻ പറ്റുക എന്നുള്ളത്. അങ്ങനെ ഒരു തിരിച്ചറിവിൽ നിന്നാണ് എന്തുകൊണ്ട് നമുക്ക് സാധാരണക്കാരെ ഉദ്ദേശിച്ചുകൊണ്ട് നമുക്ക് അവരൊരു ട്രെയിനിങ്ങിലേക്ക് ട്രാൻസ്ഫോം ചെയ്യുന്ന ഒരു പ്രോഗ്രാം നമുക്ക് ആരംഭിച്ചുകൂടാ എന്ന് നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷേ എൻ്റെ ഒരു ചിന്ത എന്തായിരുന്നു വെച്ചാൽ, വെറുതെ ഇങ്ങനെ ഒരു ട്രെയിനിങ് കൊടുത്ത് വിടുക എന്നുള്ളതിനേക്കാൾ അവർക്കൊരു പ്ലാറ്റ്ഫോം നമ്മൾ ഒരുക്കണം. വെറുതെ ഇങ്ങനെ ക്ലാസ് കൊടുക്കുന്നു, 1 മാസം 2 മാസം കൊടുക്കുന്നു, അവരെ പറഞ്ഞു വിടുന്നു എന്നതിനേക്കാൾ അവരെ പറഞ്ഞു വിടാതെ അവർ പോവാണെങ്കിൽ സ്വയം പോയിക്കോട്ടെ. പക്ഷെ അവര് ഉള്ളിടത്തോളം കാലം അവർക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിലനിന്നിട്ട് അവർക്ക് ക്ലാസ്സുകൾ എടുക്കാനും അവർക്ക് കോൺഫിഡന്റ് ആകുന്നത് വരെ അവർക്ക് ബ്രാൻഡ് ചെയ്യാനുമുള്ള ഒരു പ്ലാറ്റ്ഫോം ഒരുക്കുക എന്നുള്ളതായിരുന്നു നമ്മളുടെ ചിന്ത. അങ്ങനെയാണ് സത്യത്തിൽ വിംബിൾ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം രൂപപ്പെട്ടത് എന്നുള്ളതാണ് അതിന്റെ ഒരു യാഥാർത്ഥ്യം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കോഴ്സുകളുടെയും ഒരു മദർ എന്ന് പറയുന്നത് പ്രൊഫഷണൽ ട്രെയിനിങ് ആണ്. ആ പ്രൊഫഷണൽ ട്രെയിനിങ്ങിൽ നിന്നാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വിംബിളില് ഇപ്പോൾ നിലനിൽക്കുന്ന എല്ലാ കോഴ്സുകളും രൂപപ്പെട്ടു വന്നത്. അപ്പോൾ പ്രൊഫഷണൽ ട്രെയിനിങ് കഴിയുന്ന ആളുകൾക്ക് മാക്സിമം ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ കൊടുക്കുക, അവർക്ക് വളരാനുള്ള സാധ്യതകൾ കൊടുക്കുക, അവർക്ക് അവിടെ കോഴ്സുകൾ തുടങ്ങാനുള്ള താല്പര്യം ഉണ്ടെങ്കിൽ അതിനെ ചെക്ക് ചെയ്ത് അതിനെ ഹോസ്റ്റ് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം എന്നുള്ള രൂപത്തിൽ തീർച്ചയായിട്ടും തുടക്കക്കാരായിട്ടുള്ള എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് അവരെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതായിരുന്നു നമ്മുടെ ലക്ഷ്യം. അപ്പൊ അത് സത്യത്തിൽ അതിന്റെ ഒരു പർപ്പസ് നമ്മൾ എന്തിനാ ഒരു ട്രെയിനർ ആകണം, ആ ട്രെയിനർ ആയിട്ട് ആ ട്രെയിനീസിനെ നമ്മൾ എങ്ങനെ ട്രാൻസ്ഫോം ചെയ്യണം എന്നതിന്റെ കൃത്യമായിട്ടുള്ള ഒരു പർപ്പസ് നമുക്ക് ഉണ്ടായത് കൊണ്ടാണ് തീർച്ചയായിട്ടും വിംബിൾ അക്കാദമി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഈ രൂപത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റിയത്. അപ്പൊ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഓരോരുത്തരും ഒരു ട്രെയിനർ ആകാൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ വെറുതെ ഒരു ട്രെയിനർ ആവുക എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് നമുക്ക് അതിന്റെ പിന്നിൽ ഒരു പർപ്പസ് ഉണ്ടാകണം. നമ്മൾ എന്തിന് ട്രെയിനർ ആകണം? ഞാൻ ഇങ്ങനെ ട്രെയിനർ ആയിട്ട് എന്താണ് കാര്യം? നമുക്ക് വല്ല ഗുണമുണ്ടോ? നാട്ടുകാർക്ക് വല്ല ഗുണമുണ്ടോ? എന്നൊക്കെയുള്ള ഒരു ചിന്ത തീർച്ചയായിട്ടും നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടതുണ്ട്. അവിടെ നിന്നാണ് നമ്മുടെ ട്രെയിനിങ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? നമുക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അപ്പോ നമ്മൾ ആദ്യം ചോദിച്ചു എനിവൺ ഇൻസ്പയർസ്. അപ്പൊ നമ്മളെ ഒരുപാട് ആളുകൾ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി ഒരു ട്രെയിനർ ആകാൻ നമുക്ക് പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. ഈസ് ഇറ്റ് പോസിബിൾ? നമുക്ക് പറ്റുമോ ഇങ്ങനെ ഒരു ട്രെയിനർ ആകാൻ? എല്ലാവർക്കും പറ്റുമോ എന്നുള്ളതാണ്. അപ്പൊ അതിനുള്ള ഉത്തരം എന്ന് പറഞ്ഞാൽ ഏതൊരു മനുഷ്യനും ട്രെയിനർ ആകാൻ സാധിക്കും. അവന് ഇന്ന ക്വാളിഫിക്കേഷൻ വേണമെന്ന് യാതൊരു നിർബന്ധമൊന്നുമില്ല. ഏത് സ്കൂളിൽ പോകുന്ന സമയത്തും ട്രെയിനിങ്ങിന് പോണ സമയത്ത് നമ്മളോട് സർട്ടിഫിക്കറ്റ് ഒന്നും ചോദിക്കാറൊന്നുമില്ല. നിങ്ങൾ ഏത് ട്രെയിനർ ആണ്, ഏത് കോഴ്സാണ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തതെന്ന് അല്ലെ സാഹിർ സാറെ എവിടെ ആരും ചോദിക്കാറില്ല. എന്നാൽ ഒരു കൗൺസിലിങ്ങിനൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് നിർബന്ധമായിട്ടും ഒരു സർട്ടിഫിക്കേഷൻ നമുക്ക് ആവശ്യമാണ്. പക്ഷെ ട്രെയിനിങ്ങിന് നമുക്കത് ആവശ്യമില്ല എന്നുള്ളതാണ്. അപ്പോ ട്രെയിനർ ആകാൻ ആഗ്രഹിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും അടിസ്ഥാനപരമായ ക്വാളിഫിക്കേഷൻ അതിനൊരു കൊതി ഉണ്ടാവുക എന്നുള്ളതാണ്. ഒരു കൊതി അല്ലെ, കൊതി ഉണ്ടാവുക എന്ന് പറയും. എന്താണ് നമ്മുടെ നാട്ടിലൊക്കെ പറയില്ല, അത് തിന്നാൻ ഭയങ്കര കൊതിയാണെന്ന് പറയും അല്ലെ, അതൊന്ന് കിട്ടിയിരുന്നെങ്കിൽ എന്ന് പറയില്ല. ഈ സാധനം ഉണ്ടാവണം. അപ്പോ ഭയങ്കര
ആഗ്രഹം, തീവ്രമായിട്ടുള്ള ആഗ്രഹം, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ വെറുതെ ജീവിച്ച് മരിച്ചു പോവുക എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് ഒരുപാട് ഹൃദയങ്ങളിലേക്ക് കടക്കാൻ പറ്റുക, ഒരുപാട് ആളുകളെ നമുക്ക് കൈപിടിച്ചുയർത്താൻ പറ്റുക എന്ന് പറയുന്ന ഒരു അതിയായ ആഗ്രഹം നമുക്കുണ്ടെങ്കിൽ, നേരത്തെ പറഞ്ഞ ഒരാൾ വിളിച്ചിട്ട് സാറേ അതല്ലെങ്കിൽ മാമിന്റെ ആ ഒരു കുറച്ച് നേരത്തെ സംസാരം കേട്ട സമയത്ത് എനിക്ക് വല്ലാത്തൊരു തിരിച്ചറിവ് വന്നു, ഞാൻ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു എന്ന് പറയുമ്പോൾ പിറ്റേന്ന് രാവിലെ നമ്മൾ അറിയാണ്ട് എഴുന്നേൽക്കും. സാധാരണ നമ്മൾ കുറെ നേരം കിടന്നുറങ്ങുന്ന നമ്മളാണെങ്കിൽ നമുക്ക് തന്നെ തോന്നും ഇന്ന് കുറച്ച് നേരത്തെ ഞാൻ എഴുന്നേൽക്കണം. എന്താണ്, ഞാൻ ഇങ്ങനെയൊന്നും ആയാല് ശരിയാവൂല, ഞാൻ കുറച്ചുകൂടി മെച്ചപ്പെടണം എന്ന ചിന്തയിലേക്ക് നമ്മൾ മാറും എന്നുള്ളതാണ്. അപ്പൊ സെൽഫ് ട്രാൻസ്ഫോർമേഷൻ തന്നെയാണ് ട്രെയിനിങ്ങിന്റെ ഏറ്റവും മനോഹരമായ കാര്യം. നമ്മൾ മാറും. നമ്മളെങ്ങനെ മാറാം? നമ്മള് 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന നമ്മള് പിള്ളേര് വന്നിട്ട് അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഗാദറിങ്ങിലൊക്കെ പോകുന്ന സമയത്ത് ചിലപ്പോൾ നമ്മളോട് ചോദിക്കും, നീ അങ്ങനെ അധികം സംസാരിക്കാത്തൊന്നും ആളായിരുന്നല്ലോ, ഇപ്പൊ ആകെ മാറിപ്പോയല്ലോ, ഇപ്പൊ ആകെ നിന്റെ ലൈഫ് തന്നെ ചേഞ്ച് പോയല്ലോ, നിന്റെ വീഡിയോസ് ഒക്കെ കാണുന്നുണ്ട്, നീ പലയിടത്തും ക്ലാസ് എടുക്കുന്നത് കാണുന്നുണ്ടല്ലോ, ഏത് പോയിന്റിലാണ് നീ ചേഞ്ച് ആയത് എന്നൊക്കെ പലരും ചോദിക്കും നമ്മളോട്. അപ്പോ നമ്മളെ ചേഞ്ച് ചെയ്യാൻ നമുക്ക് പറ്റും എന്നുള്ളതാണ്. ഞാൻ ഇങ്ങനെയാണ് സാറേ, ഞാൻ പണ്ടേ അധികം സംസാരിക്കാറൊന്നുമില്ല, ഞാൻ ഇങ്ങനെ തന്നെ ഇങ്ങനെ മാറി നിൽക്കുന്ന ഒരാളാണ്, എനിക്കിതിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റുമോ? യെസ്, നിങ്ങൾക്കും പറ്റും. അതാണ് ഞാൻ നേരത്തെ പറയുന്നത്. നിങ്ങൾക്ക് മാറാൻ താല്പര്യമുണ്ടോ എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ തീർച്ചയായിട്ടും നമ്മളിൽ ഒരു വലിയ മാറ്റം നമുക്ക് രൂപപ്പെടുത്താൻ സാധിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ അതിന്റെ ഒരു മൈൻഡ് സെറ്റ് ആണ്. നമുക്ക് എന്ത് നമ്മൾ തുടങ്ങുമ്പോഴും നമ്മളുടെ ഒരു മൈൻഡ് സെറ്റ്, നമുക്കൊരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് ആണോ അതോ ഫിക്സ്ഡ് മൈൻഡ് സെറ്റ് ആണോ, അല്ലെ? നമ്മൾ ഗ്രോത്തിലേക്ക് ചിന്തിക്കുന്ന ഒരാളാണോ എന്നുള്ളതാണ് നമ്മളുടെ ആലോചന. അതല്ല ഫിക്സ്ഡ് ആണോ, മരണം വരെ ഇങ്ങനെ തന്നെ, അല്ലെ? ഒരു കട തുടങ്ങി, അപ്പൊ ഞാൻ വിചാരിക്കുകയാണ് ഇവിടെ തന്നെ മതി, ഇതിപ്പോ തൽക്കാലം ജീവിച്ചു പോകാനുള്ളത് ഇന്ന് കിട്ടുന്നുണ്ട്, ഇവിടെ തന്നെ മതി എന്നുള്ള ചിന്തയാണോ? അതല്ല നമുക്ക് ഇതിനെ എക്സ്പാൻഡ് ചെയ്യണം, നമുക്ക് കുറച്ചും കൂടി മുന്നോട്ട് പോകണം, കുറെ ആളുകളിലേക്ക് എത്തണം എന്ന ചിന്താഗതിയാണോ? ഇതേപോലെ തന്നെ ഒരു ട്രെയിനർ ആകണം, അപ്പൊ നമുക്ക് സാധാരണ ഒരു ട്രെയിനർ ആയാൽ മതിയോ, ഒരു ഹോബി ട്രെയിനർ ആയാൽ മതിയോ, അതല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ട്രെയിനർ ആകണോ, ഒരു ഗ്രേറ്റ് ട്രെയിനർ ആകണോ എന്നുള്ളതാണ്. അപ്പൊ എന്താണ് ഒരു ഹോബി ട്രെയിനർ, അതല്ലെങ്കിൽ എന്താണ് ഒരു ഗ്രേറ്റ് ട്രെയിനർ, അതല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ട്രെയിനർ എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അപ്പൊ അതിന് മുമ്പായിട്ട് നമ്മൾ എന്താണ് ഇതിന്റെ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ എന്തിന് ഒരു ട്രെയിനർ ആകണം എന്ന് നമ്മൾ എപ്പോഴും ആലോചിക്കണം. ഞാൻ എന്തിന് ഒരു ട്രെയിനർ ആകണം, ഒരു പർപ്പസ്, നമുക്ക് അതിന്റെ പിന്നിൽ എന്താണ് ഒരു പർപ്പസ് ഉണ്ടാകണം. ആ പർപ്പസിനെ കുറിച്ച് നമ്മൾ ആലോചിക്കണം. അപ്പൊ ഒരു പർപ്പസ് എന്താണ്, നമ്മുടെ പർപ്പസ്? അപ്പൊ എന്താണ്? പീപ്പിൾ ഡോണ്ട് ബൈ വാട്ട് യു ഡു, ദേ ബൈ വൈ യു ഡു ഇറ്റ്. ഇതാണ് പീപ്പിൾ ഡോണ്ട് ബൈ വാട്ട് യു ഡു. ഞാൻ ഇവിടെ വിംബിൾ അക്കാദമിയിൽ കുറെ കോഴ്സുകൾ കൊടുക്കുന്നുണ്ട് എന്നുള്ളതിനേക്കാൾ ഞാൻ എങ്ങനെയാണ് അത് കൊടുക്കുന്നത്, അതല്ലെങ്കിൽ ഞാൻ എന്തുകൊണ്ട് ഞാൻ ഇങ്ങനെ കൊടുക്കുന്നു എന്നതിന്റെ ഒരു റീസൺ നിങ്ങൾക്ക് കിട്ടുമ്പോഴാണ് നിങ്ങൾ അതിലേക്ക് ആകർഷിക്കപ്പെടുക. ഞാൻ പറയാണ് ഇവിടെ കുറെ കോഴ്സുകൾ കൊടുക്കുന്നുണ്ട്, അപ്പൊ നിങ്ങൾ എല്ലാവരും ജോയിൻ ചെയ്യണം എന്ന് പറയുന്നതിനേക്കാൾ, അതല്ലെങ്കിൽ ഞാൻ അത് എന്തിനിങ്ങനെ കൊടുക്കണം, ഞാൻ എന്തിന് ഇത്രയും ലോ കോസ്റ്റിൽ കൊടുക്കണം, എന്റെ പർപ്പസ് എന്താണ്, ഞാൻ എന്തിലേക്കാണ് ഞാൻ പോകുന്നത്, ഞാൻ എന്തിനാണ് ഇങ്ങനെ നീങ്ങുന്നത് എന്നതിലേക്കാണ് സത്യം പറഞ്ഞാൽ നിങ്ങൾ ഓരോരുത്തരും ആകർഷിക്കപ്പെടുന്നത്. കാരണം സൈക്കോളജി കോഴ്സുകൾ കൊടുക്കുന്ന എത്രയോ അക്കാദമികളുണ്ട്. പക്ഷേ അതിൽ നിന്ന് നമ്മൾ എന്ത് വ്യത്യസ്തനാകുന്നു, നമ്മളുടെ പർപ്പസ് എന്താണ് എന്നുള്ള ഒരു കാര്യം, ആ പർപ്പസ് നമ്മളെ ഇൻസ്പയർ ചെയ്യണം. അതോടൊപ്പം തന്നെ ആ പർപ്പസ് കേൾക്കുമ്പോൾ ബാക്കിയുള്ളവർക്കും ഒരു ഇൻസ്പിറേഷൻ ഉണ്ടാകണം, ഒരു പ്രചോദനം ഉണ്ടാകണം, അതിനോട് ചേർന്ന് നിൽക്കാൻ നമുക്ക് താല്പര്യം ഉണ്ടാകണം. ഒരു പിന്നെ വിധവയായിട്ടുള്ള ഒരു സ്ത്രീ, മക്കളെയൊക്കെ നോക്കാൻ കഷ്ടപ്പെടുന്ന ഒരു സ്ത്രീക്ക് വീട് വെച്ച് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നാട്ടുകാരിൽ ഒരാളായിട്ടുള്ള ഒരാൾ ഇനീഷ്യേറ്റീവ് എടുത്ത് നമ്മൾ അടുത്ത് വരുന്ന സമയത്ത് നമ്മൾ എന്തായിരുന്നാലും അവരെ സഹായിക്കും, അല്ലെ? കാരണം എന്താണ്? അവിടെ ഒരു മനോഹരമായ പർപ്പസുമായിട്ടാണ് ആള് വന്നത്, അല്ലെ? എന്താണ് അത്? വളരെ അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. അദ്ദേഹം അത് ഇനീഷ്യേറ്റീവ് എടുത്ത് അങ്ങനെ ഒരു പ്രവർത്തനം നിർവഹിക്കുന്ന സമയത്ത് നമ്മൾ അതിനോട് ചേർന്ന് നിൽക്കും. ചിലപ്പോൾ നമ്മൾ ആ വീട് നിർമ്മാണത്തിന്റെ പങ്കാളികളാകും, അല്ലെ? അവിടെ പോയിട്ട് നമ്മൾ ശാരീരികമായിട്ട് സഹായിച്ചു കൊടുക്കും. ഇങ്ങനെ തുടങ്ങിയ പല പ്രവർത്തനങ്ങളും നമ്മൾ നിർവഹിക്കും. എന്തുകൊണ്ടാണ്? അദ്ദേഹത്തിന് ഒരു മനോഹരമായ പർപ്പസ് ഉണ്ടായിരുന്നു. ആ പർപ്പസ് അദ്ദേഹത്തെയും ഇൻസ്പയർ ചെയ്യുന്നു, നമ്മളെയും ഇൻസ്പയർ ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോ നമ്മൾ എന്തിനു ഒരു ട്രെയിനർ ആകണം എന്നുള്ളതിന് ഒരു മനോഹരമായ പർപ്പസ് നമ്മൾ രൂപപ്പെടുത്തുക എന്നുള്ളതാണ് ഫസ്റ്റില് നമ്മൾ ചെയ്യുന്നത്. അതാണ് പീപ്പിൾ ഡോണ്ട് ബൈ യു വാട്ട് യു ഡു. നിങ്ങൾ എന്ത് ചെയ്യുന്നു, വൈ യു ഡു ഇറ്റ്, നിങ്ങൾ എന്തുകൊണ്ട് ചെയ്യുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു പർപ്പസിലെ ഒരു മനോഹരമായിട്ടുള്ള കാര്യമാണ്. പിന്നെ അതേപോലെ തന്നെ
അങ്ങനെ ഒരു പർപ്പസ് ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഇമോഷണലി നമുക്ക് കസ്റ്റമേഴ്സുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുക. നമ്മൾ വെറുതെ ഇങ്ങനെ ട്രെയിനിങ് എടുത്ത് പോകുന്നു എന്നതിനേക്കാൾ അപ്പുറത്ത് അവിടെ നമ്മളുടെ ലേണേഴ്സുമായിട്ട് ട്രെയിനീസുമായിട്ട് നമുക്ക് അവിടെ എന്താണ് ഒരു മനോഹരമായിട്ടുള്ള കണക്ഷൻ ഉണ്ടാവും. വിച്ഛേദിക്കാൻ പറ്റാത്ത ഒരു മനോഹരമായിട്ടുള്ള കണക്ഷൻ. ചിലപ്പോൾ നമ്മളുടെ ട്രെയിനീസുമായിട്ടോ പാർട്ടിസിപ്പൻസുമായിട്ടോ ബന്ധം ഒരു ഇടയ്ക്കിടെ വിളിക്കുന്ന ഒരു ബന്ധമൊന്നും ഉണ്ടാവില്ല. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം വിളിച്ചാൽ പോലും പഴയ പോലെ തന്നെ സംസാരിക്കാനും പഴയ പോലെ തന്നെ ഇടപെടാനും പഴയ സ്ഥാനം ഹൃദയത്തിൽ കൊടുക്കാനും പറ്റുന്ന ഒരു കണക്ഷൻ. ആ കണക്ഷൻ ഈ പർപ്പസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ട്രെയിനിങ്ങിൽ നമുക്ക് കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ്. അതേപോലെ തന്നെ നമുക്ക് എന്താണ് ബെനിഫിറ്റ്സ്. നമ്മൾ ഈ പിന്നെ ട്രെയിനിങ്ങിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് അതിന്റെ ബെനിഫിറ്റ്സ് നമുക്കറിയാം. ഒരുപാട് ബെനിഫിറ്റ്സുകൾ നമ്മൾ ഒരു ട്രെയിനർ ആകുന്ന സമയത്ത് നമുക്ക് കിട്ടും. എന്താണ്? പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്. നമ്മുടെ പേഴ്സണാലിറ്റി ആദ്യം ഞാൻ നേരത്തെ പറഞ്ഞ നമ്മളൊരു മനോഹരമായിട്ടുള്ള ഒരു മനുഷ്യനായി തീരും എന്നുള്ളതാണ്. മനുഷ്യനെ നമ്മൾ അതിന്റെ അത്യുന്നതിയിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. മനുഷ്യനെ നമുക്ക് മോൾഡ് ചെയ്ത് അവന്റെ സംസാരത്തെ, അവന്റെ പെരുമാറ്റത്തെ, അവന്റെ ഇടപെടലുകളെ, അവന്റെ സമീപനങ്ങളെ ഇങ്ങനെ തുടങ്ങിയിട്ട് അവന്റെ എല്ലാത്തിനെയും അവനെ മോൾഡ് ചെയ്യിപ്പിച്ചിട്ട് അതിന്റെ അത്യുന്നതിയിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. അങ്ങനെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സെൽഫ് ട്രാൻസ്ഫോർമേഷന്റെ ഒരു മനോഹരമായിട്ടുള്ള ഏരിയയാണ് എന്താണ് ഒരു ട്രെയിനിങ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ. നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ശരിക്കും മാറും. കാരണം എന്താ, ഒരു ട്രെയിനർ ആകുന്ന സമയത്ത് നമ്മൾ എപ്പോഴും അപ്ഡേറ്റഡ് ആകും. അപ്പോൾ അപ്ഡേറ്റഡ് ആകുന്ന സമയത്ത് തീർച്ചയായിട്ടും എന്താണ് നമ്മുടെ കമ്മ്യൂണിക്കേഷനിൽ ചേഞ്ച് വരും. നമ്മുടെ സംസാരത്തിന്റെ വാക്കുകൾ, നമ്മൾ പ്രയോഗിക്കുന്ന രീതികൾ, നമ്മുടെ ശൈലികൾ, ഒരു മനുഷ്യന് ഏറ്റവും ബേസിക് ആയിട്ട് ഉണ്ടാകേണ്ട കമ്മ്യൂണിക്കേഷൻ സ്കില്ലിനെ നമ്മൾ മനോഹരമായിട്ട് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. അതേപോലെ തന്നെ പോസിറ്റീവ് മൈൻഡ് സെറ്റ്, അല്ലെ, നല്ല പോസിറ്റീവ് മൈൻഡ് സെറ്റ് നമുക്ക് രൂപപ്പെടുത്താൻ പറ്റും. ഒരുപാട് നെറ്റ്വർക്ക്, നമുക്ക് ഒരുപാട് ആളുകളുമായിട്ട് കണക്ഷൻ ഉണ്ടാക്കാൻ സാധിക്കും. സാറ്റിസ്ഫാക്ഷൻ, അത് ഭയങ്കര ഒരു സംഭവമാണ്. നമ്മൾ ചെയ്യുന്ന ഒരു പ്രവർത്തനത്തിൽ കിട്ടുന്ന ഒരു സംതൃപ്തി ഉണ്ടല്ലോ, ആ സംതൃപ്തി ഏതൊരു മേഖലയിൽ കഴിഞ്ഞാൽ നമ്മൾ ട്രെയിനിങ് കൊടുത്തതിന് ശേഷം അവിടുന്ന് നല്ലൊരു ഫീഡ്ബാക്ക് കിട്ടുമ്പോൾ ഉണ്ടാകുന്ന ഒരു സംതൃപ്തി. ആ സംതൃപ്തിയാണ് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ അടുത്ത ഒരു ഘട്ടത്തിലേക്ക് നമ്മളെ കുതിക്കുന്നത്, നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ആ രീതിയിൽ നമുക്കൊരു വൈ ഫാക്ടർ നമ്മൾ എപ്പോഴും ആലോചിക്കണം. ഞാൻ എന്തിന് ഞാൻ ട്രെയിനർ ആകണം എന്നുള്ളത് ഒരു സ്റ്റെപ്സിൽ, അല്ലെ, നമ്മളൊരു ട്രെയിനർ ആകാൻ ആഗ്രഹിക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം പറഞ്ഞു ഈസ് ഇറ്റ് പോസിബിൾ, നമുക്കിത് പോസിബിൾ ആണോ എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് വൈ, ഞാൻ എന്തിന് ഇങ്ങനെ ഒരു ട്രെയിനർ ആകാം. അപ്പൊ അതിൽ നമ്മൾ പർപ്പസ് പറഞ്ഞു, ബെനിഫിറ്റ്സ് പറഞ്ഞു, പിന്നെ അതിന്റെ റീസൺ, സ്കോപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ വഴിയിൽ വരുന്നുണ്ട്. ഓക്കെ, നമുക്ക് സമയം പരിമിതമായതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് നമ്മളൊരു ഒരു കേവലം ഒരു ഹോബി ട്രെയിനർ ആകണോ എന്നുള്ളത്. ഇപ്പൊ വഴിയിൽ നമ്മൾ 4 കാര്യങ്ങളാണ് കേട്ടോ: പർപ്പസ്, ബെനിഫിറ്റ്സ്, റീസൺ, സ്കോപ്പ്. ഓക്കെ, ഈ 4 കാര്യങ്ങൾ നമ്മൾ നോട്ട് ചെയ്യാം. ഇനി അടുത്തത് ഹോബി ട്രെയിനർ ആകണോ അതല്ല ഒരു പ്രൊഫഷണൽ ട്രെയിനർ ആകണോ എന്നുള്ളതാണ്. അപ്പോൾ ഒരു പ്രൊഫഷണൽ എന്ന് പറയുമ്പോൾ എന്താണ് നമ്മളൊരു പ്രൊഫഷണൽ എന്ന് പറഞ്ഞു ഞാൻ ഉദ്ദേശിക്കുന്നത്? പ്രൊഫഷണൽ, അല്ലെ, ഒരു പ്രൊഫഷണൽ ആണ്. എന്താണ് പ്രൊഫഷണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും ഒരാൾ പറയുമോ? ഒരു ഭയങ്കര പ്രൊഫഷണൽ ആയിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്യുക കേട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരാൾ പറയുമോ? ഏതെങ്കിലും ഒരാള് പ്രൊഫഷണൽ എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? എന്താണ് നിങ്ങൾക്ക് അതിനോടുള്ള ഒരു അഭിപ്രായം? എന്തായിരിക്കും ഒരു പ്രൊഫഷണാലിറ്റി, അതിൽ പ്രൊഫഷണൽ എന്ന് പറയുന്നത് എന്തായിരിക്കും? എനിവൺ പ്ലീസ് ചാറ്റ് ബോക്സ് അല്ലെങ്കിൽ മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് പറയാം. എന്തായിരിക്കും പ്രൊഫഷണൽ എന്ന് പറയുന്നതിലൂടെ? ചില ആളുകൾ നമ്മൾ വീട്ടിലേക്ക് നമ്മൾ പണിക്ക് വിളിക്കുന്ന സമയത്ത് പിന്നെ അവര് ഭയങ്കര പ്രൊഫഷണൽ ആയിട്ട് കാര്യങ്ങൾ ഡീൽ ചെയ്യുന്ന ടീമാണ് കേട്ടോ. ചെയ്യുന്ന പണി നല്ല അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റുന്ന ആള്, എല്ലാം കൃത്യമായിട്ട് ചെയ്യാവുന്ന ആള്, കൃത്യമായിട്ട് ആള്. ഓക്കെ, ചെയ്യുന്ന പണി പിന്നെ നല്ല അടിപൊളിയായിട്ട് ചെയ്യുക, അല്ലെങ്കിൽ സ്ട്രക്ചർ ആൻഡ് ഓർഗനൈസ്ഡ്, അല്ലെ? ഓക്കെ, പല രീതിയിൽ നമുക്ക് അതിനെ പറയാൻ പറ്റും. വൺ ഹു ടേക്ക് ദ ട്രെയിനിങ് ആസ് എ പ്രൊഫഷൻ. ഓക്കെ, പെയ്ഡ് ആയിട്ട് ചെയ്യുന്ന ഒരു ടൈം പാസ് അല്ലാതെ. ഓക്കെ, പെയ്ഡ് ആയിട്ട് ചെയ്യുന്നവര്. ഓക്കെ, ഗ്രേറ്റ്, അടിപൊളി. അപ്പോ പ്രൊഫഷണൽ ആയിട്ട് നമ്മൾ ചെയ്യാന്ന് പറയുമ്പോൾ അതിന്റെ ഏറ്റവും മനോഹാരിതയിൽ ചെയ്യുക എന്നുള്ളതാണ്. അതായത്
ഏറ്റവും നന്നായിട്ട് നമുക്ക് അതിനെ ചെയ്യാൻ പറ്റും. ഒരു കാര്യത്തെ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്ട്രക്ചേർഡ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇവിടെ അക്കാദമിയിൽ ഒരാൾ പിന്നെ കർട്ടന്റെ റോഡ് ഫിറ്റ് ചെയ്യാൻ വന്നു. അപ്പൊ കർട്ടനിൽ നമ്മൾ അതിന്റെ പിന്നെ എന്താ പറയാ, അതിന്റെ റോഡിന് അളവെടുത്ത് പോയിട്ട് സാധനം മേടിച്ച് തിരിച്ചു വന്ന് ഇവിടെ എത്തി നോക്കുമ്പോൾ അതിനെന്താണ്, അത് തികയുന്നില്ല, റോഡ് തികയുന്നില്ല. അപ്പൊ ആള് പിന്നെ അതിന് ഏച്ചുകൂട്ടി പരിപാടി തുടങ്ങി. നമ്പർ 1. അപ്പോ അവിടെ എന്താണ്, ആള് അളവെടുത്തത് ഒരു പ്രൊഫഷണൽ വേലല്ല. ആള് ഒരു പ്രാവശ്യം എടുത്തു, പിന്നെ അത് ഇങ്ങനെ മതി എന്ന് പറഞ്ഞിട്ട് അവിടെ എഴുതിയൊന്നും വെക്കാതെ ആളുടെ മൈൻഡിൽ തന്നെ സൂക്ഷിച്ച് അങ്ങോട്ട് പോയി സാധനം മേടിച്ചു വന്ന് ഇവിടെ എത്തി നോക്കുമ്പോൾ എന്താണ്, ആ റോഡ് തികയുന്നില്ല, അത് പോരാ, കുറച്ചൊരു 3 സെന്റിമീറ്റർ അളവ് കുറവാണ്. അപ്പൊ ഇവിടെ വന്നപ്പോ എന്താണ്, അത് അതിനോട് സൂട്ടബിൾ അല്ല. പിന്നെ ഇതെങ്ങനെ ചെയ്യും, എന്ത് ചെയ്യും എന്ന് ആലോചിച്ച് നടക്കുകയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മണിക്കൂറിന്റെ പണി അവിടെ 3 മണിക്കൂർ കൊണ്ട് അദ്ദേഹം ചെയ്തു തീർക്കേണ്ടി വന്നു. അദ്ദേഹം ഒരു പ്രൊഫഷണൽ വേയിലല്ല അതിനെ സമീപിച്ചത് എന്നുള്ളതാണ്. അപ്പോ ഒരു 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 പ്രവർത്തനത്തെ അത് നമ്മുടെ വിമ്പിളിന്റെ അടിയിൽ എഴുതിയിട്ടുണ്ട്, വണ്ടർലി പോസിബിൾ എന്ന് പറയുന്ന സംഭവമുണ്ട്. നിങ്ങളൊരു ടാഗ് ലൈൻ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. വിമ്പിളിന്റെ അടിയിൽ വണ്ടർലി പോസിബിൾ എന്ന് പറഞ്ഞിട്ട് ഒരു ടാഗ് ലൈൻ കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ ചെയ്യുന്ന ഏതൊരു പ്രവർത്തനമായി കഴിഞ്ഞാലും അത് അതിശയകരമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ അതിശയകരമായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നിടത്ത് തീർച്ചയായിട്ടും നമ്മളുടെ ഒരു മാറ്റം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. നമ്മളെ ആളുകൾ നമ്മളുടെ ആ ഒരു പ്രവർത്തനത്തിന് വേണ്ടി ആളുകൾ നമ്മളെ സ്വീകരിക്കുന്നു, നമ്മളെ അതിനു വേണ്ടിയിട്ട് അവര് ക്ഷണിക്കുന്നു എന്നുള്ള ഒരു രീതിയിലേക്ക് നമുക്ക് മാറാൻ പറ്റും. അപ്പോ ഈ ഒരു ഹോബി ട്രെയിനറും പ്രൊഫഷണൽ ട്രെയിനറും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഒരു പർപ്പസ്, അതിലെ ഒരു പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹോബി ട്രെയിനറെ സംബന്ധിച്ചിടത്തോളം അവര് ജസ്റ്റ് എന്താണ്, ഒരു എൻജോയ്മെന്റ് മാത്രമായിരിക്കും അതിൽ കാണാം. എന്നാൽ ഒരു പ്രൊഫഷണൽ ട്രെയിനർ കമ്മിറ്റഡ് ആയിരിക്കും അതിൽ. പ്രൊഫഷണൽ ട്രെയിനർ എപ്പോഴും കമ്മിറ്റഡ് ആയിട്ട് അതിന്റെ ഒരു രീതിയിലായിരിക്കും അത് കാണാം. അതേപോലെ കൺസിസ്റ്റൻസിയിലേക്ക് നോക്കുന്ന സമയത്ത് ഹോബി ട്രെയിനർ എപ്പോഴും ഇറഗുലർ ആയിരിക്കും. വല്ലപ്പോഴൊക്കെ ചെയ്യും, വല്ലപ്പോഴൊക്കെ കാണും അല്ലെ. ചിലരെ നമ്മൾ ചോദിക്കാം, നീക്ക് എപ്പോഴും ജീവനോടെ ഉണ്ടോ എന്ന് ചോദിക്കാറില്ലേ. എന്നതുപോലെ എന്താണ്, വല്ലപ്പോഴൊക്കെ ചെയ്യും, വല്ലപ്പോഴും ഇങ്ങനെ ഒരു താല്പര്യമൊക്കെ വരുമ്പോൾ ചെയ്യും. ബട്ട് ഒരു പ്രൊഫഷണൽ ട്രെയിനർ എപ്പോഴും കൺസിസ്റ്റന്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യും എന്നുള്ളതാണ്. അതേപോലെ തന്നെ അതിന്റെ ഡിസൈൻ എന്ന് പറയുന്ന സമയത്ത് ഒരു ഹോബി ട്രെയിനർ എപ്പോഴും വെറുതെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് മാത്രം സംസാരിക്കുന്ന ഒരാളായിരിക്കും. എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കുറെ വായിച്ചിട്ടുണ്ടാവും, കുറെ ആലോചിച്ചിട്ടുണ്ടാവും, കുറെ മെമ്മറിയിൽ ഉണ്ടാവും, ഇതെടുത്ത് ഇങ്ങനെ പറയുക, അടിച്ചു വീശുക എന്നുള്ള രൂപത്തിലായിരിക്കും. പക്ഷെ ഒരു പ്രൊഫഷണൽ ട്രെയിനർ എപ്പോഴും ഒരു ഇൻസ്ട്രക്ഷണൽ ഡിസൈൻ തയ്യാറാക്കി അതിനെ വെച്ച് സംസാരിക്കുന്ന ഒരാളായിരിക്കും എപ്പോഴും ഒരു പ്രൊഫഷണൽ ട്രെയിനർ എന്ന് പറയുന്നത്. ഫീഡ്ബാക്കിലേക്ക് വരുന്ന സമയത്ത് ഫീഡ്ബാക്കുകളെ സീരിയസ്ലി എടുക്കാത്ത ഒരാളായിരിക്കും ഒരു ഹോബി ട്രെയിനർ. ബട്ട് ഒരു പ്രൊഫഷണൽ ട്രെയിനർ എപ്പോഴും കളക്ട് ചെയ്യും, എന്താണ്, ഫീഡ്ബാക്കുകള് ചോദിക്കും, ഫീഡ്ബാക്കുകള് കളക്ട് ചെയ്യും, അതിനെ അനലൈസ് ചെയ്തതിന് ശേഷം അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കും എന്നുള്ളതാണ്. അതേപോലെ തന്നെ മാർക്കറ്റിംഗിലേക്ക് വരുന്ന സമയത്ത് റിലൈസ് ഓൺ ചാൻസ് ആൻഡ് റെഫറൻസ്. ഹോബി ട്രെയിനർ എപ്പോഴും എന്താ ചിന്തിക്കുക, ഒരു ചാൻസുകൾ കിട്ടട്ടെ എന്ന് ആലോചിച്ച് നിൽക്കും, അതല്ലെങ്കിൽ റെഫറൽസിന് വേണ്ടി കാത്തിരിക്കും. ബട്ട് പ്രൊഫഷണൽ ട്രെയിനർ എപ്പോഴും ബിൽഡ്സ് എ പേഴ്സണൽ ബ്രാൻഡ് രൂപപ്പെടുത്താനും അതേപോലെ തന്നെ സ്ട്രാറ്റജീസ് ഉപയോഗിച്ചുകൊണ്ട് ഓപ്പർച്യൂണിറ്റീസിനെയും അതേപോലെ തന്നെ ട്രെയിനിങ്ങിനെയും ഗെയിൻ ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഒരു പ്രൊഫഷണൽ വേയിൽ നമ്മൾ കാര്യങ്ങളെ ചെയ്യുക, നമ്മൾ അതിൽ ഏറ്റവും സ്കിൽഡ് ആവുക എന്നുള്ളതാണ്. ഏറ്റവും മനോഹരമായിട്ട് സ്കിൽഡ് ആവുക. ഞാൻ സാധാരണ പറയാറുണ്ട്, നമ്മൾ വീട്ടിലൊരു ഗസ്റ്റ് വരുന്ന സമയത്ത്, എൻ്റെ വീട്ടിലൊരു ഗസ്റ്റ് വരുന്ന സമയത്ത് എൻ്റെ ഉമ്മ എന്ത് ചെയ്യും, ഗസ്റ്റ് വരുന്നുണ്ട് എന്ന് പറയും. അപ്പൊ ചിലപ്പോ അവിടെ ഉണ്ടാകുന്നത് ആകെ ഒരു നാരങ്ങയുടെ ഒരു പീസായിരിക്കും, ഒരു നാരങ്ങ ഉണ്ടാവും ചിലപ്പോ. ആ സമയത്ത് ചിലപ്പോൾ ചില സമയത്ത് അല്ലെ, ഒന്നും ഇല്ലാത്തപ്പോഴേക്കും ചിലപ്പോൾ ഗസ്റ്റ് വരാം അല്ലെ. ശ്രദ്ധിച്ചിട്ടില്ല, നമ്മള് ഒന്നും ഉണ്ടാവില്ല ആ സമയത്ത്, എല്ലാം കഴിഞ്ഞ് ഫ്രിഡ്ജിൽ നിന്ന് ഫ്രൂട്ട്സ് ഒക്കെ എല്ലാം കഴിഞ്ഞതിന് ശേഷമായിരിക്കും ചിലപ്പോൾ ഗസ്റ്റ് അവിടേക്ക് എത്തുന്നത്. അപ്പൊ ആ സമയത്ത് ആകെ ഒരു അന്താളിപ്പാണ്, ഇവർക്ക് ഇപ്പൊ എന്താ കൊടുക്കുക. അപ്പൊ ഉമ്മ എന്ത് ചെയ്യും, ഒരു ഇതെടുക്കും, ഒരു നാരങ്ങ എടുത്തിട്ട് അതിനെ പൊളിച്ച് 2 പീസാക്കിയിട്ട് മിക്സിയിൽ ഇട്ടിട്ട് അതിന്റെ കൂടെ കുറച്ച് എന്തോ ഒരു 2-3 ഇലയൊക്കെ ഇട്ട് അതിന്റെ കൂടെ എന്തൊക്കെയോ ചേർത്തിയിട്ട് മിക്സിയിലിട്ട് അങ്ങോട്ട് ഒരു 2 വീശങ്ങട് വീശിയതിന് ശേഷം സാധനം അവിടെ കൊണ്ടുവെക്കുന്ന സമയത്ത് സാധാരണ നമുക്ക് കിട്ടാത്ത വേറൊരു സാധനം, ഒരു വെറൈറ്റി സാധനം അവിടെ പോയിരിക്കുന്നത് കാണാൻ പറ്റും. അപ്പോ ഈ സാധനത്തെ നമുക്ക് ഒരു നാരങ്ങ അതിനെ എടുത്തിട്ട് നമുക്ക് വെറുതെ പിഴിഞ്ഞിട്ട് അതിൽ കുറച്ച് പഞ്ചസാര എടുത്തും കൊടുക്കാം,
അതല്ല, ഈ സാധനത്തിന്റെ തന്നെ നമുക്ക് മിക്സിയിലൊക്കെ ഇട്ടിട്ട് അടിച്ചിട്ട് അതിന്റെ കൂടെ എന്തെങ്കിലുമൊക്കെ ഒരു 2-3 ഇലയൊക്കെ ചേർത്തിട്ട് അതിനെ ഒരു മനോഹരമായിട്ടുള്ള മറ്റൊരു രൂപത്തിലേക്ക് പരിവപ്പെടുത്താനും പറ്റും. അപ്പൊ അതൊരു സ്കില്ലാണ്. നമ്മളത് എങ്ങനെ ചെയ്യുന്നു, ഒരു 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 നോളജിനെ നമ്മൾ കൺവേ ചെയ്യുന്ന രീതി. എല്ലാവരും പറയുന്ന ഒരു സാധനം തന്നെ ആയിരിക്കും. ടൈം മാനേജ്മെന്റ് എന്ന് കുറെ ആൾക്കാർ എടുക്കും അല്ലെ, ലോകത്ത് കുറെ ആളുകൾ ടൈം മാനേജ്മെന്റ് എന്നുള്ള ക്ലാസ് എടുക്കും. പക്ഷെ ചില ആളുകളുടെ ക്ലാസ് എടുക്കുന്ന സമയത്ത് അവിടെ ആ ടൈം മാനേജ്മെന്റ് നമ്മൾ അന്നത്തോടുകൂടി മാറും. ബാക്കി എല്ലാവരും എടുക്കുമ്പോൾ ടൈം മാനേജ്മെന്റ് അത്രേ ഉള്ളൂ. പക്ഷെ ചില ആളുകൾ എടുക്കുന്ന സമയത്ത് നാളെ മുതൽ നമ്മൾ ടൈം മാനേജ് ചെയ്ത് തുടങ്ങും. അതാണ് ദ ഇമ്പാക്ട് എന്ന് പറയുന്നത്. അപ്പോ ടൈം മാനേജ്മെന്റ് ഒരുപാട് ആളുകൾക്ക് എടുക്കുന്നുണ്ടാവും, സ്ട്രെസ് മാനേജ്മെന്റ് ഒരുപാട് ആളുകൾ എടുക്കുന്ന, പാരന്റിങ് ഒരുപാട് ആളുകൾ എടുക്കുന്നുണ്ടാവും. ബട്ട് നമ്മൾ ഒരു ആശയത്തെ കൺവേ ചെയ്യുന്ന സമയത്ത് അവരിൽ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കുക, അവരിൽ ഒരു മാറ്റം, ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകുക എന്നുള്ളതാണ് ട്രെയിനർ എന്ന് പറയുന്നത്. ടീച്ചറും ട്രെയിനറും ഒക്കെ ഡിഫറെന്റ് ആണ്. ടീച്ചർ ഉണ്ട്, ട്രെയിനർ ഉണ്ട്, അതേപോലെ തന്നെ ഫെസിലിറ്റേറ്റർ ഉണ്ട്, കോച്ച് ഉണ്ട്, കൗൺസിലർ ഉണ്ട്. ബട്ട് ഒരു ട്രെയിനറെ സംബന്ധിച്ചിടത്തോളം ഒരു റിസൾട്ട് ഉണ്ടാകും അവരിലൊരു മാറ്റം ഉണ്ടാകും. ആ മാറ്റം ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരാളെ അതാണ് ട്രെയിനർ എന്ന് പറയുന്നത്. അപ്പോ ആ ഒരു മാറ്റത്തിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കുന്നതാണ്. അപ്പൊ അവിടെ നമുക്കൊരു ഹോബി ട്രെയിനർ അല്ല, മറിച്ച് നമുക്ക് എന്താണ് ഒരു പ്രൊഫഷണൽ ട്രെയിനർ ആകുക എന്നുള്ളതാണ്. അപ്പോ ഇപ്പൊ നമ്മൾ എത്ര കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. ആദ്യം നമ്മൾ ഈസ് ഇറ്റ് പോസിബിൾ പറഞ്ഞു, പിന്നെ വൈ പറഞ്ഞു, പിന്നെ ഹോബി ട്രെയിനർ ആൻഡ് പ്രൊഫഷണൽ ട്രെയിനർ നമ്മൾ സംസാരിച്ചു. അടുത്തത് നമ്മൾ പറയുന്നത് ഫൈൻഡ് എ മെന്റർ എന്നുള്ളതാണ്. ഓക്കെ, ഒരു ട്രെയിനർ ആകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഫൈൻഡ് എ മെന്റർ. അത് വിംബിൾ അക്കാദമിയിൽ തന്നെ വേണമെന്നില്ല, നിങ്ങൾ എവിടെയാണെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന അല്ല, ഒരു മെന്ററെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഒരു ട്രസ്റ്റബിൾ സാധനമായിരിക്കണം. നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളെ നിങ്ങൾ മെന്ററായിട്ട് കാണാം. ആ മെന്ററിലൂടെ നിങ്ങൾ ട്രെയിനർ ആവുക എന്നുള്ളതാണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് നിങ്ങളെ കൃത്യമായിട്ട് ഗൈഡ് ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ എപ്പോഴും എന്താണ് സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ആളുകളല്ല. സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. പലപ്പോഴും നമുക്ക് പല പ്രയോറിറ്റികളും ഉണ്ടാകും. പക്ഷേ ഒരു മെന്ററെ സംബന്ധിച്ചിടത്തോളം അയാൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മളെ ഇൻസ്പയർ ചെയ്യും, നമ്മളെ ഗൈഡ് ചെയ്യും. അദ്ദേഹം പോയ വഴികളിലൂടെ നിങ്ങളെ കൊണ്ടുപോകും അല്ലെ. ഒരാൾക്കൊരു വഴി അറിയാം, എനിക്കിപ്പോ വയനാട് പോകണം, വയനാട് സുൽത്താൻ ബത്തേരിയിൽ പോകണം എന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നെ അവിടെ എവിടെയെങ്കിലും ഒരു വീട്ടിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ നേരത്തെ പോയ ഒരാളുടെ കൂടെ എനിക്ക് പോകുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ കൂടെ നേരെ പോയാൽ മതി, അദ്ദേഹം വഴി പറഞ്ഞു തരും. എന്നാൽ ഞാൻ പുതുതായിട്ട് പോകുന്ന സമയത്ത് അത് കൃത്യമായിട്ട് ആ ലൊക്കേഷൻ ശരിയാണോ, അതല്ലെങ്കിൽ അവിടേക്ക് പോകാൻ പറ്റുമോ, എൻ്റെ വണ്ടി അതിലേക്ക് പോകുമോ എന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ആലോചിച്ചിട്ട് വേണം. അപ്പൊ ഒരു മെന്റർ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ട്രസ്റ്റ് ആയിട്ടുള്ള, നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഇയാളെ കൂടെ കൂടിക്കഴിഞ്ഞാൽ നമുക്ക് റെഡിയാകും, നമുക്ക് ആ ഒരു ഡെസ്റ്റിനേഷനിലേക്ക് എത്തിച്ചേരാൻ പറ്റും എന്ന് നമ്മൾ വിശ്വസിക്കുന്ന ഒരാളെ നമ്മൾ മെന്ററായിട്ട് കാണാം. അത് ട്രെയിനിങ്ങിൽ മാത്രമല്ല, ഏതൊരു മേഖലയിലായി കഴിഞ്ഞാലും നമുക്കൊരു മെന്റർ ഉണ്ടാകുന്ന എപ്പോഴും നമുക്ക് നല്ലതാണ്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക, ഒരു മെന്ററെ കാണാം. അപ്പൊ അവിടെ നമുക്ക് നല്ല ഗൈഡൻസ് കിട്ടും. അതേപോലെ തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ കുറച്ച് സമയം മാത്രം മതി അവിടേക്ക് എത്തിച്ചേരാൻ. കാരണം എന്താണ്, നമുക്ക് എന്തുണ്ടെങ്കിലും ഈ മെന്ററോട് ചോദിക്കാം. അപ്പൊ ആ മെന്റർ ഓൾറെഡി ഈ ഒരു വഴിയിലൂടെ പോയത് കൊണ്ട് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഇൻസൈറ്റുകൾ നമുക്ക് ലഭിക്കുന്നു. അതിലൂടെ നമുക്ക് എന്താണ് ഒരു സക്സസിലേക്ക് വേഗം എത്താൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ ഒരു മെന്റർ നമുക്കൊരു ട്രെയിനിങ്ങിൽ ഉണ്ടാകുന്നത് എപ്പോഴും നല്ലൊരു കാര്യമാണ്. അടുത്തതായിട്ട് നമുക്കൊരു നിഷ് മാർക്കറ്റ് ഉണ്ടാവുക എന്നുള്ളതാണ്. നമുക്കൊരു മാർക്കറ്റ് നമ്മൾ കണ്ടുപിടിക്കുക. നമ്മൾ ഏത് മേഖലയിൽ ട്രെയിനർ ആകണം. നേരത്തെ ഇവിടെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു, എന്ത് ട്രെയിനർ എന്നുള്ളത്. അപ്പോൾ ട്രെയിനർ എന്ന് പറയുന്ന സമയത്ത് ഒരുപാട് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിൽ നമുക്ക് ട്രെയിനർ ആകാൻ പറ്റും, ബിസിനസ്സിൽ നമുക്ക് ട്രെയിനർ ആകാൻ പറ്റും, പാരന്റിങ്ങിൽ നമുക്ക് ട്രെയിനർ ആകാൻ പറ്റും, എഡ്യൂക്കേഷനിൽ നമുക്ക് ട്രെയിനർ ആകാൻ പറ്റും. ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് മേഖലകളിൽ, വെൽനെസ്സിൽ നമുക്ക് ട്രെയിനർ ആകാൻ പറ്റും. ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് മേഖലകളിൽ നമുക്ക് ട്രെയിനർ ആകാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഇഷ്ടം എവിടെയാണ്, നമുക്ക് ആരെയാണ് അഡ്രസ് ചെയ്യേണ്ടത്, അതാണ് ഒരു നിഷ് മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആരുടെ പ്രോബ്ലം ആണ് നമുക്ക് സോൾവ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു നിഷ് മാർക്കറ്റിനെ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോ ഒരു പ്രോബ്ലം, നമ്മളൊരു ട്രെയിനിങ് ആയി കഴിഞ്ഞാലും എന്തായി കഴിഞ്ഞാലും നമ്മൾ ഒരു പ്രോബ്ലത്തിനുള്ള ഒരു സൊല്യൂഷൻ കൊടുക്കുന്ന ആളുകളായിരിക്കണം നമ്മൾ ഓരോരുത്തരും. നമ്മൾ സാധാരണ ബിസിനസ്സിൽ നമ്മുടെ സാഹിർ സാറിന്റെ കഴിഞ്ഞ ദിവസത്തെ ബിസിനസ് ട്രെയിനിങ്ങിലൊക്കെ നമ്മൾ കേട്ടതാണ്, ഐഡന്റിഫൈ എ പ്രോബ്ലം. നമ്മുടെ സമൂഹത്തിൽ ഇപ്പൊ നിലനിൽക്കുന്ന ഒരു പ്രോബ്ലത്തിനുള്ള ഒരു സൊല്യൂഷൻ ആയിരിക്കണം നമ്മളുടെ ട്രെയിനിങ് എന്ന് പറയുന്നത്. എന്ത് പ്രോബ്ലം ആകാം,
അല്ലെ? ഒരു ബിസിനസ് ട്രെയിനർ ആകുന്ന സമയത്ത് ഓൺട്രപ്രണേഴ്സിന് അവർക്ക് കൃത്യമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അതാണ് അവിടുത്തെ പ്രോബ്ലം. അപ്പൊ ആ പ്രോബ്ലത്തിന് ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ട്രെയിനിങ്ങിനെ, ഒരു മൊഡ്യൂളിനെ രൂപപ്പെടുത്തുക, അതാണ് ഫൈൻഡ് എ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ നമ്മൾ നമുക്കൊരു ടാർഗറ്റ് ഓഡിയൻസ് ഉണ്ടാകണം എന്നുള്ളതാണ്. നമ്മൾ ലോകത്തുള്ള എല്ലാവരെയും ട്രെയിൻ ചെയ്ത് മാറ്റാൻ നമ്മൾ പോകേണ്ട ആവശ്യമില്ല. മറിച്ച് എന്താണ്, നമുക്കൊരു ടാർഗറ്റ് ഓഡിയൻസ് ഉണ്ടാവുക. അത് മാസ് മാർക്കറ്റ് എന്ന് പറയും. മാസ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വലിയ മാർക്കറ്റാണ്. ലോകത്ത് ഉള്ള എല്ലാവരെയും ഉൾപ്പെടുന്ന ഒരു വലിയ മാർക്കറ്റ് ആയിരിക്കും മാസ് മാർക്കറ്റ്. പക്ഷെ നിഷ് മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ആൾക്കാരൊന്നും എടുക്കണ്ട. നമുക്ക് ഇന്ത്യയിലുള്ള 150 കോടി ആളുകളെ എടുക്കേണ്ട ആവശ്യമില്ല. മറിച്ച് നമുക്ക് കുറച്ച് ആളുകൾ എടുത്താൽ മതി, അല്ലെ? ഒരു കുളത്തിൽ നമ്മൾ വലയിടുന്ന സമയത്ത് അല്ലെ, കുറച്ച് സ്ഥലത്ത് അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് മീനുകൾ അങ്ങോട്ട് കിട്ടും. എന്നതുപോലെ തന്നെ നമ്മളൊരു വലയിടുന്നത് പോലെ, ഒരു കുളത്തിൽ വലയിടുന്ന പോലെ. അപ്പൊ കുളം നമുക്കൊരു മാസ് മാർക്കറ്റ് ആണ്. പക്ഷെ നമ്മൾ വലയിടുന്ന എവിടെയാണ്? ഒരു നിഷ് മാർക്കറ്റ് ആണ്. കുറച്ച് ഏരിയയിൽ മാത്രം ഇട്ടാൽ മതി. അപ്പൊ നമ്മൾ ആരിലേക്കാണ് ഇറങ്ങേണ്ടത്? നമ്മുടെ പ്രവർത്തനം നമുക്ക് സ്റ്റുഡൻസിലേക്ക് ഇറങ്ങണോ? നമുക്ക് വുമൻസിലേക്ക് ഇറങ്ങണോ? നമ്മൾ ടീച്ചേഴ്സിലേക്കാണോ ഇറങ്ങേണ്ടത്? നമ്മൾ പാരന്റ്സിലേക്കാണോ ഇറങ്ങേണ്ടത്? അതല്ലെങ്കിൽ നമ്മൾക്ക് ഹെൽത്ത് ഇഷ്യൂസ് ആയിട്ടുള്ള ആളുകളിലേക്കാണോ? അല്ലെങ്കിൽ നമ്മൾ ജെറിയാട്രിക് മേഖലയിലാണോ നമുക്ക് ഇറങ്ങേണ്ടത്? എവിടേക്കാണ് നമ്മുടെ പാഷൻ കിടക്കുന്നത്? നമുക്ക് ആരോട് സംസാരിക്കാനും ആരോട് ട്രാൻസ്ഫോം ചെയ്യാനും ആരെയൊക്കെ ട്രാൻസ്ഫോം ചെയ്യാനാണ് നമുക്ക് താല്പര്യം? നമുക്ക് ഏതൊക്കെ ടീമുമായിട്ട് ഇടപഴകാനും നമ്മൾ കൂടുതൽ താല്പര്യപ്പെടുന്നത് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് നമ്മളൊരു നിഷ് മാർക്കറ്റ് രൂപപ്പെടുത്തുക. അതാണ് നിങ്ങളുടെ മേഖല. ആ മേഖലയിൽ നിങ്ങൾക്ക് ഒരു ട്രെയിനറായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്നുള്ളത്. അപ്പോൾ ആ ഒരു നിഷ് മാർക്കറ്റിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു പ്രോബ്ലം നിങ്ങൾ കണ്ടെത്തുക, അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തുക, അവിടെ നിങ്ങൾ എന്ത് ചെയ്യുക? പ്ലേസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ അടുത്തതായിട്ട് നമ്മൾ പറയുന്ന ഒരു കാര്യം. അപ്പോൾ നിഷ് മാർക്കറ്റ്. അപ്പോൾ ഈസ് ഇറ്റ് പോസിബിൾ? വൈ? ഹോബി ട്രെയിനർ വേഴ്സസ് പ്രൊഫഷണൽ ട്രെയിനർ. പിന്നെ 4ാമതായിട്ട് നമ്മൾ ഫൈൻഡ് എ മെന്റർ പറഞ്ഞു. ആൻഡ് 5th വൺ നിഷ് മാർക്കറ്റ്. ഓക്കെ, ആൻഡ് ഗെയിൻ ദ കോർ കോമ്പിറ്റൻസീസ് എന്നുള്ളതാണ് അടുത്തതായിട്ട് നമുക്ക് പറയാം. ഇതൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, ഒരു ട്രെയിനറെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഗെയിൻ ചെയ്യേണ്ട കുറെ കോമ്പിറ്റൻസീസ് ഉണ്ട്. ആ കോമ്പിറ്റൻസീസിനൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? പതിയെ നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പൊ അതിലെ ഏറ്റവും പ്രധാനം കമ്മ്യൂണിക്കേഷൻ എന്നുള്ളതാണ്. ദ ഹാർട്ട് ഓഫ് ട്രെയിനിങ് ഈസ് നോട്ട് ടീച്ചിങ്, ഇറ്റ്സ് കമ്മ്യൂണിക്കേറ്റിംഗ് ഇൻ എ വേ ദാറ്റ് ലേണേഴ്സ് അണ്ടർസ്റ്റാൻഡ്, റിമെമ്പർ ആൻഡ് അപ്ലൈ. അല്ലെ? നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് അതെന്താണ്? ആളുകൾക്ക് മനസ്സിലാവണം, അത് ഓർത്തിരിക്കണം, അവരത് അപ്ലൈ ചെയ്യണം. ആ രീതിയിൽ നമ്മളെ കമ്മ്യൂണിക്കേഷനെ നമുക്ക് മാറ്റാൻ പറ്റും. അപ്പൊ അത് നമ്മൾ എങ്ങനെയാണ്? പ്രാക്ടീസ്. ഓക്കെ, നമ്മൾ എങ്ങനെയാ നമ്മൾ ഈ രൂപത്തിൽ? ഇപ്പൊ ഞാൻ സംസാരിക്കുന്നത് എങ്ങനെയാ? ഞാൻ ജനിക്കുന്ന സമയത്ത് എനിക്ക് ഇങ്ങനെ സംസാരിക്കാൻ പറ്റുമായിരുന്നോ? ഇല്ല. ബൈ പ്രാക്ടീസ്, അല്ലെ? ബൈ പ്രാക്ടീസ് ആണ്. നമ്മളെല്ലാവരും അങ്ങനെ തന്നെയല്ലേ? അപ്പൊ ഞാനിപ്പോ എനിക്കധികം സംസാരിക്കാൻ പറ്റുന്നില്ല, അപ്പൊ അത് എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുമോ? യെസ്, ഓഫ് കോഴ്സ്. എന്താ നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റാത്തത്? നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ടില്ല, നിങ്ങളുടെ പ്രാക്ടീസ് കുറവാണ്, നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റീസ് കുറവായിരുന്നു. നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുമോ? യെസ്, ഓഫ് കോഴ്സ് യു ക്യാൻ ഇമ്പ്രൂവ്. നിങ്ങൾക്ക് അതിനൊരു നല്ല താല്പര്യം ഉണ്ടോ? നിങ്ങൾക്ക് അതിനൊരു പ്ലാറ്റ്ഫോം ഉണ്ടോ? നിങ്ങൾക്ക് വളരെ മനോഹരമായിട്ട് നിങ്ങളുടെ സംസാരത്തെ നിങ്ങൾക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കുമെന്നുള്ളതാണ്. അപ്പൊ കമ്മ്യൂണിക്കേഷൻ എന്താണ്? നമുക്ക് ഇമ്പ്രൂവ് ചെയ്യണം. കമ്മ്യൂണിക്കേഷൻ ഓട്ടോമാറ്റിക്കലി ഇമ്പ്രൂവ് ആകും ഒരു ട്രെയിനർ ആകുന്ന സമയത്ത്, അല്ലെ? നമ്മൾ നിരന്തരം നമ്മൾ സംസാരിച്ചു കൊണ്ടേയിരിക്കുന്ന സമയത്ത് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ഇമ്പ്രൂവ് ആകും. അതേപോലെ തന്നെ വാല്യൂ കൊടുക്കുക എന്ന് പറയുന്നത്, അല്ലെ? വാല്യൂ കൊടുക്കുക. നമ്മുടെ സംസാരത്തിൽ വെറുതെ എന്തെങ്കിലും സംസാരിക്കുക എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് ആളുകൾ വന്നിരിക്കുന്ന സമയത്ത് അവർക്ക് അതിൽ നിന്ന് എന്തെങ്കിലും കിട്ടണം. ഒരു ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മുടെ അടുത്തിരിക്കുന്ന ഒരാൾ, അദ്ദേഹവുമായിട്ട് വെറുതെ ഒരുപാട് നേരം അടുത്തുണ്ടായിരുന്നു, പക്ഷെ സംസാരിക്കാനും തോന്നില്ല. ഇറങ്ങാൻ നേരത്തെ ഒരു 5 മിനിറ്റ് മുമ്പ് അദ്ദേഹത്തിനോട് വെറുതെ പേര് ചോദിച്ചതാ. പേര് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു ഞാൻ കൊല്ലത്തുള്ള ആളാണ് എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചപ്പോൾ അവിടെ 5 മിനിറ്റ് സംസാരിച്ച സമയത്ത് സമയം പോയി അറിഞ്ഞില്ല. അദ്ദേഹം ഭയങ്കര വാല്യൂസ് ആണ് ആളുടെ സംസാരത്തിലൂടെ വരുന്നത്. അദ്ദേഹം ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു മനുഷ്യനാണെന്ന് തിരിച്ചറിയുന്ന സമയത്ത് നമ്മൾ ഇറങ്ങാൻ നേരത്ത് നമ്മൾ നമ്പർ ചോദിക്കും. സാറേ, അല്ലെങ്കിൽ മാം, നമ്പർ ഒന്ന് തരുമോ? എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് വിളിക്കാലോ, കണക്ട് ചെയ്യാമല്ലോ. എങ്ങനെയാണ് നമുക്ക് അങ്ങനെ ഒരു സംസാരിക്കാൻ, അതല്ലെങ്കിൽ വീണ്ടും സംസാരിക്കണം നമുക്ക് തോന്നുന്നത്, അതല്ലെങ്കിൽ നമ്മൾ നമ്പർ ചോദിക്കുന്നത്, അല്ലെ? ചില ആളുകൾ നമ്പർ ഇങ്ങോട്ട് തരാന്ന് പറഞ്ഞാൽ അത് കുഴപ്പമില്ല, എന്റെ കയ്യിലുണ്ട്, അല്ലെങ്കിൽ അവന്റെ കയ്യിൽ നിന്ന് ഞാൻ മേടിച്ചോളാന്ന് പറയും, അല്ലെ? ചില ആളുകൾ നമ്പർ തരാന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ വേണ്ടാന്ന് പറയും. കാരണം എന്താണ്? അത് കിട്ടിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. അത് വെറുതെ എന്താണ്,
കോണ്ടാക്റ്റിൽ വെറുതെ ഇങ്ങനെ ആഡ് ചെയ്യാൻ മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് നമ്മൾ തിരിച്ചറിയുന്ന സമയം നമ്മൾ എന്താണ്, അത് അവിടെ ഉണ്ടാകും, മറ്റൊന്റെ കയ്യിലാണ്, ഞാൻ അവന്റെ നിന്ന് മേടിച്ചോളാം. ഇവിടെ നമ്മൾ മേടിക്കൊന്നുമില്ല. അപ്പോ ഒരാളുടെ കയ്യിൽ നിന്ന് നമ്മൾ ഒരു നമ്പർ നമ്മൾ മേടിക്കണം എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് എന്തോ ഒരു സാധനം ഉണ്ട് എന്നറിയുമ്പോൾ മാത്രമാണ്. എല്ലാ യൂട്യൂബ് ചാനലും നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാറുണ്ടോ? എല്ലാ ഇൻസ്റ്റഗ്രാമിന്റെ അക്കൗണ്ടുകളും നമ്മൾ ഫോളോ ചെയ്യാറുണ്ടോ? ഇല്ല അല്ലെ. ചിലവര് വന്നിട്ട് ചെയ്യെന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യും എന്നല്ലാതെ നമ്മൾ സെൽഫായിട്ട് ആലോചിച്ചിട്ട് ചെയ്യുന്ന ചില ആൾക്കാരുണ്ട് അല്ലെ. ഇത് ഭയങ്കര ഒരു കിടക്കാച്ചി ചാനലാണ് കേട്ടോ, അപ്പൊ ഇത് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തിടാം. അദ്ദേഹം പറയേയില്ല, അദ്ദേഹത്തിന്റെ വീഡിയോസിൽ എവിടെയും പറയേയില്ല എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യൂ, ബെൽ ബട്ടൺ അമർത്തുന്നു പറയൊന്നുമില്ല. അദ്ദേഹം പറഞ്ഞ അങ്ങനെ പോകുന്നുണ്ടാവും, പക്ഷെ ആൾക്കാർ ഇങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ ദ വാല്യൂ ഡ്രിവൺ എന്ന് പറയും. പറയുന്ന സമയത്ത് സംസാരത്തിൽ ഒരു ക്ലാരിറ്റി ഉണ്ടാവുക. ആ സംസാരിക്കുന്ന ആള് അല്ലെ, ഞാൻ ഇവിടെ നിന്ന് എൻ്റെ അടിയിൽ നിന്ന് ഞാൻ ഇങ്ങനെ മുകളിലേക്ക് സെക്കൻഡ് ഫ്ലോറിൽ അക്കാദമിയിലേക്ക് ഇങ്ങനെ കടന്നു വരുന്ന സമയത്ത് അടിയിൽ ഒരു സ്ത്രീ നിൽക്കുന്നുണ്ട്. അപ്പോ ആ സ്ത്രീ 5 മിനിറ്റ് എന്നോട് സംസാരിക്കുന്ന സമയത്ത് അവർക്ക് എന്താണോ വേണ്ടത് അതാണ് ഞാൻ കൊടുക്കേണ്ടത്. അതെന്റെ കമ്മ്യൂണിക്കേഷനിൽ ഉണ്ടാവണം. അതല്ലാതെ ഞാൻ പഠിച്ചു വെച്ച സൈക്കോ തെറാപ്പികളും കൗൺസിലിങ്ങുകളും അല്ല അവിടെ ഞാൻ പ്രയോഗിക്കേണ്ടത്. മറിച്ച് ആ സ്ത്രീക്ക് അറ്റ് ദ മൊമെന്റ് എന്നോട് സംസാരിക്കുന്ന ആ 5 മിനിറ്റ്സിൽ എന്താണ് അവർക്ക് വേണ്ടത് അതെനിക്ക് അവർക്ക് പിന്നെ കൊടുക്കാൻ പറ്റണം. അവർക്കൊരു സഹായമാണോ വേണ്ടത്, അവർക്കൊരു സാന്ത്വനമാണോ വേണ്ടത്, അതല്ല എന്താണോ അവർക്ക്, അതല്ല എൻ്റെ പ്രസൻസ് ആണോ അവർക്ക് ആവശ്യമുള്ളത്, എന്താണോ ആവശ്യമുള്ളത് അത് എനിക്ക് കൺവേ ചെയ്യാൻ പറ്റണം. ഒരു കുട്ടീനെ കിട്ടി, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടീനെ കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്താണ് അവിടെ കൊടുക്കേണ്ടത് അല്ലെ. നമ്മൾ പല പിന്നെ ഗസ്റ്റുകളായിട്ട് പല വീട്ടുകളിലും പോകാറുണ്ട്, കുറെ കുട്ടികൾ ഉണ്ടാവാറുണ്ട് അല്ലെ. പലപ്പോഴും നമ്മൾ അവരെ അഡ്രസ്സ് ചെയ്യാറില്ല, അവർ നമ്മൾ പേര് ചോദിക്കുന്നതല്ല, അതിനേക്കാൾ അപ്പുറത്ത് അവരോടൊന്നും പറയാറില്ല. ചിലപ്പോൾ തിരിച്ചു പോരുന്ന സമയത്ത് എല്ലാവരോടും ടാറ്റ പറയും, പക്ഷെ അപ്പൊ അവിടുത്തെ ഒരു ചെറിയ കുട്ടി നിൽക്കുന്നുണ്ടാവും, ആ കുട്ടീനോട് ചിലപ്പോൾ നമ്മൾ ടാറ്റ പറയൂല. പറഞ്ഞു നോക്കിയേ, ആ കുട്ടി ഒരിക്കലും നമ്മൾ മറക്കൂല അല്ലെ. അടുത്ത പ്രാവശ്യം വരുമ്പോഴും നമ്മുടെ പേര് ഓർമ്മയുണ്ടാവും, നമ്മൾ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാവും. അപ്പൊ നമ്മൾ ഒരു ചെറിയ കുട്ടിയെ കാണുമ്പോൾ പോലും നമുക്ക് അവർക്ക് എന്താണോ ആവശ്യം എന്നുള്ളത് തിരിച്ചറിഞ്ഞ് അതിൽ ഒരു വാല്യൂ കൊടുക്കാൻ പറ്റുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോഴാണ് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുക. അപ്പോ ആ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഒരു മനോഹരമായിട്ടുള്ള ഏരിയ നമുക്കതിലൂടെ നമുക്കത് കിട്ടണം. അതാണ് അതിന്റെ ഒരു കോമ്പിറ്റൻസി. കമ്മ്യൂണിക്കേഷൻ നമ്മൾ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത്. പിന്നെ അതിൽ നമ്മൾ പർപ്പസ് ഓഫ് ട്രെയിനിങ്, നമ്മൾ എന്തിന് നേരത്തെ പറഞ്ഞ പർപ്പസ്, നമ്മൾ എന്തിന് ഒരു ട്രെയിനറായി തീരുന്നു എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ പറയുന്നത് ട്രെയിനിങ്ങിന് ഒരു പർപ്പസ് ഉണ്ട്. ട്രെയിനിങ് എടുക്കുന്ന സമയത്ത് ആളുകളുടെ നോളജിലും അതേപോലെ തന്നെ സ്കിൽസിലും അവരുടെ ബിഹേവിയറിലും ഒക്കെ നമുക്ക് എന്താണ് ഒരു മാറ്റം കൊണ്ടുവരാൻ പറ്റണം. വെറുതെ ഒരു നോളജ് കൊടുക്കുക തിരിച്ചു പോരുക എന്നുള്ളതല്ല ട്രെയിനിങ്. മറിച്ച് അവിടെ ആ ഒരു നോളജ് നമുക്ക് കൊടുക്കാൻ പറ്റണം, അവിടെ സ്കിൽസ് നമുക്ക് കൊടുക്കാൻ പറ്റും, അവരിലൊരു ബിഹേവിയറൽ ചേഞ്ചസ് നമുക്ക് അവരുടെ ആറ്റിറ്റ്യൂഡിലും ബിഹേവിയറിലും ചേഞ്ചസ് ചെയ്യാൻ പറ്റുമ്പോൾ മാത്രമാണ് എന്താണ് അവിടെ ട്രെയിനിങ് ആവുള്ളൂ. ഒരു സെയിൽസ് ടീമിന് നമ്മൾ ക്ലാസ് എടുക്കാൻ പോവുകയാണെങ്കിൽ, ഒരു കമ്പനിയിൽ പോയിട്ട് ക്ലാസ് എടുക്കാൻ പോവുകയാണ്, അപ്പൊ വെറുതെ നമ്മൾ ഇങ്ങനെ എന്താണ് സെയിൽസ് എന്ന് പഠിപ്പിച്ചു കൊടുക്കല്ല. മറിച്ച് എന്താണ് അവിടെ എന്താണ് നിങ്ങൾ പിന്നെ ഈ ഒരു പ്രൊഡക്റ്റ് എന്താണ്, അതല്ലെങ്കിൽ അവിടെ എന്തൊക്കെയാണ് അതിന്റെ കാര്യങ്ങൾ എന്നത് നോളജ് കൊടുക്കാൻ പറ്റണം. പിന്നെ സ്കിൽസ് കൊടുക്കാൻ പറ്റണം. എന്താണ് സ്കിൽസ് എന്ന് പറഞ്ഞാൽ ഇതെങ്ങനെ വിൽക്കാൻ പറ്റും, നെഗോഷിയേഷൻ സ്കിൽസ് പഠിപ്പിക്കാൻ പറ്റണം, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് നമുക്ക് പഠിക്കാൻ പറ്റണം, പ്രോബ്ലം സോൾവിങ് സ്കിൽസ് പഠിപ്പിക്കാൻ പറ്റണം. ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ആ സ്കിൽസ് നമുക്ക് അവിടെ പഠിപ്പിക്കാൻ പറ്റണം. ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യണം അല്ലെ. അവർക്ക് ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാവും, ഇതൊന്നും വിൽക്കാൻ പറ്റൂല, ഇത്രയും പ്രൈസിന് വിൽക്കാൻ പറ്റൂല എന്നുള്ള മെന്റാലിറ്റി അവർക്ക് ഉണ്ടാകും. അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാകും. ഇതൊന്നും നടക്കണ പരിപാടിയല്ല, എന്നെ കൊണ്ട് പറ്റാത്തൊരു പരിപാടിയാണെന്നുള്ള ചിന്ത അവർക്ക് ഉണ്ടാവും. ആ ചിന്തയെ നമുക്ക് മാറ്റി കൊടുക്കാൻ പറ്റണം. ആറ്റിറ്റ്യൂഡിൽ ചേഞ്ച് ഉണ്ടാവണം. ആൻഡ് ദ ഫൈനൽ വൺ ബിഹേവിയർ, അവരുടെ പെരുമാറ്റത്തിൽ ചേഞ്ച് ഉണ്ടാവണം, ഒരു റിസൾട്ട് ഉണ്ടാകണം. ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ആയതുകൊണ്ട് ബിഹേവിയർ ചേഞ്ച് ആയിക്കൊള്ളണം എന്നില്ല. അപ്പൊ ആറ്റിറ്റ്യൂഡിലും ആൻഡ് ദ ഫൈനൽ റിസൾട്ട് ബിഹേവിയറിലും ചേഞ്ചസ് ഉണ്ടാകുമ്പോഴാണ് ആ വിളിച്ച കമ്പനിക്ക് മുതലാവാം. അതല്ലാതെ വെറുതെ പോയിട്ട് ഒരു അവയർനെസ് ക്ലാസ് എടുത്തുകൊണ്ട് നമ്മൾ ട്രെയിനർ ആവൂല, പിന്നെ ആരും വിളിക്കുകയില്ല. ഒരു സ്കൂളിൽ ക്ലാസ് എടുക്കാൻ വിളിച്ചു, ഗോൾ സെറ്റിംഗ് എന്താണെന്ന് വെറുതെ പറഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ല. ഗോൾ സെറ്റ് ചെയ്ത് അവരെ കൊണ്ട് ആ ഒരു ഗോൾ എഴുതിപ്പിച്ച് അതിലൂടെ നടത്താൻ പറ്റുന്ന ഒരു ആക്ഷൻ എടുപ്പിക്കാൻ പറ്റുന്ന ഒരു ട്രെയിനറായിട്ട് നമുക്ക് മാറാൻ പറ്റുമോ? അവർ വീണ്ടും വിളിക്കും നമ്മളെ. അതല്ലെങ്കിൽ അവിടെയുള്ള കുട്ടികൾ ഗോൾ സെറ്റ് ചെയ്ത് 1 വർഷത്തിന് ശേഷം 2 വർഷത്തിന് ശേഷം അവർ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ വിളിക്കും, സാറേ അന്ന് സെറ്റ് ചെയ്തതാണ് കേട്ടോ, നേടിയിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞ് അവർ വിളിക്കും.
അപ്പോ അതൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുക എന്നുള്ളത്, ഫൈനൽ റിസൾട്ട് നമുക്ക് അവിടെ രൂപപ്പെടുത്താൻ പറ്റുക എന്നുള്ളിടത്താണ് ഒരു ട്രെയിനർ. അതാണ് പർപ്പസ് എന്ന് പറയുന്നത്. അപ്പൊ ആ രീതിയിൽ നമുക്ക് ഒരു ട്രെയിനർ ആകാൻ പറ്റുമോ? പറ്റും. പക്ഷെ പലപ്പോഴും നമുക്ക് എന്താണ് ട്രെയിനിങ് എന്ന് അറിയാത്തത് കൊണ്ട് മാത്രമാണ്. അപ്പോൾ നമ്മൾ എന്താണ് ആ കോമ്പിറ്റൻസിൽ നമ്മൾ നീഡ് അനാലിസിസ് ഉണ്ട്, അതേപോലെ തന്നെ സെഷൻ ഡിസൈൻ, നമ്മളൊരു ട്രെയിനിങ് സെഷൻ നമ്മൾ എങ്ങനെ ഡിസൈൻ ചെയ്യണം, അതിന്റെ കോണ്ടന്റ് നമ്മൾ എങ്ങനെ സ്ട്രക്ചർ ചെയ്യണം, ഒരു ട്രെയിനിങ് സെഷൻ നമ്മൾ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം, അല്ലെ? വെറുതെ പോയിട്ട് ഇങ്ങനെ ബഹുമാനപ്പെട്ട അധ്യക്ഷൻ എന്നൊക്കെ പറഞ്ഞ് പ്രസംഗം പറയുന്നത് പോലെയാണോ സ്റ്റാർട്ട് ചെയ്യുക? അല്ല, മറിച്ച് അതിന് കൃത്യമായിട്ടുള്ള പിന്നെ രീതിയിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? സ്റ്റാർട്ട് ചെയ്യാൻ പറ്റണം. ഡീലിംഗ് വിത്ത് ഓഡിയൻസിനെ നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റണം. ഡീലിംഗ് പീപ്പിൾ എന്ന് പറയും, മനസ്സിലായില്ലേ? ആളുകളെ നമ്മൾ എങ്ങനെ ഡീൽ ചെയ്യണം, ആളുകളുടെ പ്രകൃതി എങ്ങനെയാണ്, അവരെന്തൊക്കെ ചോദിക്കും, അവർക്ക് എങ്ങനെ ആൻസർ ചെയ്യണം, അവർക്ക് ഏതൊക്കെ രീതിയിൽ നമ്മൾ കൊടുക്കണം എന്നുള്ള രൂപങ്ങളെല്ലാം നമ്മൾ ഗെയിൻ ചെയ്യണം. അപ്പോഴാണ് നമുക്ക് ഒരു പ്രൊഫഷണൽ ട്രെയിനർ ആയിട്ട് മാറാൻ പറ്റുക. അപ്പൊ ഇത്തരം ഒരുപാട് കോമ്പിറ്റൻസീസ്, നമ്മൾ ഒരുപാട് ക്വാളിറ്റീസ് നമുക്ക് ഗെയിൻ ചെയ്യാൻ പറ്റുമ്പോഴാണ് നമുക്ക് ആ രീതിയിൽ ഒരു പ്രൊഫഷണൽ ട്രെയിനർ ആയിട്ട് നമുക്ക് മാറാൻ പറ്റുക. അപ്പോ ആ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെ ബി എ മാസ്റ്റർ എന്നുള്ളതാണ്. ഓക്കെ, ബി എ മാസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏതൊരു ഫീൽഡിലായി കഴിഞ്ഞു കഴിഞ്ഞാലും നമ്മളൊരു എക്സ്പേർട്ട് ആവാൻ ശ്രദ്ധിക്കുക. എല്ലാത്തിലും എക്സ്പേർട്ട് ആവേണ്ട ആവശ്യമില്ല, മറിച്ച് ഏതെങ്കിലും ഒന്നിലെങ്കിലും നമ്മൾ എക്സ്പേർട്ട് ആവാം. ഓക്കെ, MBBS എടുത്തു, അതിനുശേഷം MD എടുക്കും, അല്ലെ? അപ്പോ ENT നമുക്കറിയാം, ENT ഉണ്ട്, കാർഡിയോളജിസ്റ്റ് ഉണ്ട്, യൂറോളജിസ്റ്റ് ഉണ്ട്, അല്ലെ? അപ്പൊ ഇങ്ങനെ ഓരോന്നും, ന്യൂറോളജിസ്റ്റ് ഉണ്ട്, അവരെന്താണ്? സ്പെഷ്യലൈസ്ഡ് ആണ്, അവർക്ക് ഫീ കൂടുതലാണ്. അവര് സ്പെഷ്യലൈസ്ഡ് ആയി എന്ന് വിചാരിച്ചിട്ട് അവരുടെ അടുത്ത് ആരെങ്കിലും കുറവുണ്ടാവോ? ആളുകൾ കുറവുണ്ടാവോ? ഇല്ല. അപ്പോ അവരെന്താണ്? സ്പെഷ്യലൈസ്ഡ് ആൾക്കാരാണ്. ഒരു ഏരിയയിൽ അവരെന്താണ്? സ്പെഷ്യലൈസ്ഡ് ആണ്. നമ്മൾ പലപ്പോഴും എന്താണ്? ചാടിക്കളിക്കുകയാണ്, എന്താണ്? ജമ്പിങ് ആണ്. നമ്മൾ ഒരു കോഴ്സ് കാണും, അപ്പൊ നമ്മൾ അതിന് ചേരും. ഏകദേശം നമ്മൾ പകുതി എത്തുമ്പോഴേക്കും നമ്മൾ വേറൊരു കോഴ്സ് കാണും, അപ്പൊ നമ്മൾ എന്നാൽ അത് ചെയ്യാന്ന് വിചാരിക്കും, അപ്പൊ അതിലേക്ക് ചാടും. പിന്നെ കുറച്ചും കൂടി കഴിയുമ്പോൾ ആരിലോ ഒരു സ്റ്റാറ്റസ് കാണും, അപ്പൊ അത് ചെയ്യാൻ നമ്മൾ ഇറങ്ങും. അപ്പോ ഒന്നും നമ്മൾ കംപ്ലീറ്റ് ആക്കുകയില്ല, എന്നാൽ നമ്മൾ ഒന്നിലോട്ട് എക്സ്പെർട്ട് ആവുകയും ചെയ്യില്ല. ഇതറിയോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിങ്ങനെ ചെറുതായിട്ട് അറിയാം, മറ്റേത് അറിയോ എന്നാ അതും അറിയില്ല. ഇങ്ങനെ തുടങ്ങിയിട്ട് നമ്മൾ ഒന്നിലും എക്സ്പേർട്ട് അല്ല. ബി ആൻ എക്സ്പേർട്ട്. മാസ്റ്റർ എന്ന് പറയും നമ്മൾ. സച്ചിൻ ടെണ്ടുൽക്കർ നമ്മൾ മാസ്റ്റർ എന്ന് പറയും, അല്ലെ? ക്രിക്കറ്റ് കളിയിലെ മാസ്റ്റർ എന്ന് പറയും. എന്നതുപോലെ നമ്മൾ ഏതെങ്കിലും ഒന്നില്, ഒരെണ്ണത്തില്, ഒരു ഏരിയയില്, ഒരു ഫീൽഡില്, ഒരു സബ്ജക്റ്റില് നമ്മൾ എന്ത് ചെയ്യുക? അത് നമ്മൾ മാസ്റ്റർ ആവാം. മാസ്റ്റർ ആകാന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് ചില്ലറ പണിയൊന്നുമല്ല. വെറുതെ ഇരുന്ന് നമ്മൾ മാസ്റ്റർ ആവില്ല, മറിച്ച് എന്താണ്? അപ്പോ മാസ്റ്റർ ആകണമെങ്കിൽ നമ്മൾ നല്ല പണിയെടുക്കണം. അപ്പോ നന്നായിട്ട് അതിൽ വർക്ക് ചെയ്യണം. നമ്മൾ ഏത് നമ്മൾ പാരന്റിങ്ങിലാണോ നമ്മൾ കൂടുതൽ മാസ്റ്റർ ആകാൻ ഉദ്ദേശിക്കുന്നത്, അതല്ലെങ്കിൽ നമ്മൾ ബിസിനസ് ട്രെയിനിങ്ങിലാണോ മാസ്റ്റർ ആവാൻ ഉദ്ദേശിക്കുന്നത്, അപ്പൊ അതിൽ നമ്മൾ കൂടുതൽ ടൈം ഇൻവെസ്റ്റ് ചെയ്യുക. തന്നെയാണ് അതിൽ മാസ്റ്റർ ആവുന്ന. ടൈം നമ്മൾ എന്ത് ചെയ്യുക? ഇൻവെസ്റ്റ് ചെയ്യുക. നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുക. മഴ വന്നാലും, ചൂട് വന്നാലും, കല്യാണം വന്നാലും ഒക്കെ നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ അതിൽ കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഒരു പ്രത്യേക സാഹചര്യം വരുമ്പോൾ മാത്രം നമ്മൾ പഠിക്കുകയും പ്രത്യേക സാഹചര്യം വരുമ്പോൾ മാത്രം ക്ലാസ് എടുക്കുകയും ചെയ്യുന്ന അപൂർവ ജീവികളാവാതെ തീർച്ചയായിട്ടും റെഗുലർലി കൺസിസ്റ്റന്റ് ആയിട്ട് തന്നെ നമ്മൾ വർക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ നമ്മൾ എവിടെ എത്താത്തതിന് കാരണക്കാര് നമ്മൾ തന്നെയാണ്, അല്ലെ? നമ്മൾ ഇന്ന് ചെയ്യും, നാളെ ചെയ്യൂല. പിന്നെ ആരെങ്കിലൊക്കെ വന്ന് നമ്മളെ പിന്നിലൂടെ ഇങ്ങനെ കൂടണം, അത് ചെയ്തില്ലേ എന്ന് ചോദിക്കണം. അപ്പോ നമ്മളുടെ മോട്ടിവേറ്ററും നമ്മുടെ ഫോളോവറും നമ്മൾ തന്നെ ആവാം. നമ്മളെ പിന്തുണക്കുന്ന, നമ്മളെ പിടിച്ചു. ഞാൻ എന്തിന് രാവിലെ എഴുന്നേൽക്കണം എന്നൊരു ചോദ്യം ഉണ്ടല്ലോ. എനിക്ക് 10 മണി വരെ കിടക്കാം, എനിക്ക് 10 മണി വരെ കിടന്നുറങ്ങാം, 11 മണി വരെ കിടന്നുറങ്ങാം, എന്നോട് ആരും ചോദിക്കില്ല. പക്ഷെ എന്റെ മകൻ കിടന്നുറങ്ങി ഞാൻ ചോദിക്കും അവനോട്, എന്താണ് നീ എന്താണ് അവിടെ കിടന്നുറങ്ങണമെന്ന് ചോദിക്കും. പക്ഷെ എനിക്ക് കിടന്നുറങ്ങാം, എന്നോട് ചോദിക്കാൻ ആരുമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ്? നമ്മൾ ഭയങ്കര സ്വതന്ത്രരാണ്, ഫ്രീഡം ആണ് നമുക്ക് വേണ്ടത്. പക്ഷേ നമ്മളെ നിയന്ത്രിക്കാൻ നമുക്ക് പറ്റാത്തിടത്തോളം കാലം നമുക്ക് എവിടെ എത്തിച്ചേരാൻ പറ്റില്ല. അതല്ലെങ്കിൽ നമ്മൾ എത്തിച്ചേരുന്ന സ്ഥലം നമുക്ക് എന്താകും? നമ്മൾ വൈകും എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ മോട്ടിവേറ്റർ നമ്മളായിരിക്കണം. നേരത്തെ ഞാൻ എഴുന്നേൽക്കണോ, അതല്ലെങ്കിൽ നമ്മുടെ പുതപ്പിൽ നിന്ന്, നല്ല മഴ പെയ്യുമ്പോഴും നമ്മുടെ പുതപ്പിൽ നിന്ന് നമ്മളെ പിടിച്ചുയർത്തുന്ന ഒരു ഡ്രീം നമുക്കുണ്ടാകണം. ഉണ്ടോ?
ഇല്ലെങ്കിൽ അത് സെറ്റ് ചെയ്യുക. ഒരു ട്രെയിനർ ആകണം എന്നാണോ നിങ്ങളുടെ അതിയായ ആഗ്രഹം? അങ്ങനെയാണെങ്കിൽ നിങ്ങളെ ഉറക്കത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന ഒരു സ്വപ്നം, ഒരു 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 മനോഹരമായിട്ടുള്ള ഒരു ഗോൾ നിങ്ങൾക്ക് ഉണ്ടാകണം. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എഴുന്നേറ്റിരിക്കും. നിങ്ങളുടെ സമയം ഒരു കാരണവശാലും നിങ്ങൾ പാഴാക്കി കളയില്ല. വെറുതെ റീൽസ് കാണൂല. റീൽസ് കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു മനസ്സാക്ഷിക്കുത്തുണ്ടാവും. ഉണ്ടാകണം, ഞാൻ എന്തിനിത് കാണണം, ഇതുകൊണ്ട് എനിക്ക് ഗുണമുണ്ടോ, ഇത് എന്റെ പേഴ്സണൽ കരിയർ ഡെവലപ്പിന് എന്തെങ്കിലുമൊക്കെ ഒരു ഗുണമുണ്ടോ എന്ന് ഇങ്ങനെ ആലോചിക്കും. എന്നാലും മാത്രമേ നമ്മൾ ചിലപ്പോൾ കോമഡി ഇരുന്ന് കാണുള്ളൂ. വെറുതെ ഇങ്ങനെ ഇരുന്നിട്ട് സമയം നമ്മളെ കളയുന്ന റീൽസുകൾ കാണാറുണ്ടോ? ആലോചിക്കുക. ഉണ്ടെങ്കിൽ അത് നമ്മുടെ പേഴ്സണൽ, പ്രൊഫഷണൽ അങ്ങനെ തുടങ്ങിയിട്ടുള്ള സോഷ്യലി ഉള്ള നമ്മുടെ ഇംപ്രൂവ്മെന്റുകൾക്ക് ഒരു തടസ്സം നിൽക്കുന്ന ഒരു സാധനമാണ്. കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇല്ലെങ്കിൽ നമ്മൾ എത്താൻ വൈകും എന്നുള്ളതാണ്. നമ്മുടെ ബസ് പതിയെ എത്തുള്ളൂ, മറ്റുള്ളവരുടെ ബസ് നേരത്തെ പോകും. നമ്മൾ ആലോചിക്കേണ്ടത്, ഇന്ത്യ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ മാൻ പവർ ഉള്ള കൺട്രിയാണ് അല്ലെ? ഏറ്റവും കൂടുതൽ നമ്മുടെ പവർ എന്താണ്? നമ്മുടെ പവർ എന്താ? ഇന്ത്യയുടെ പവർ എന്താ? ഏറ്റവും കൂടുതൽ ആൾക്കാരുണ്ട് അല്ലെ? എല്ലാ രാജ്യങ്ങളിലേക്കും മനുഷ്യന്മാരെ സപ്ലൈ ചെയ്യുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. ഏത് രാജ്യം എടുത്തോ, ഗൾഫ് കൺട്രീസ് എടുത്ത് നോക്കിക്കോ, ഇന്ത്യക്കാരാണ് കൂടുതൽ അല്ലെ? അപ്പോ ഏറ്റവും റീപ്ലേസബിൾ ആയിട്ടുള്ള ആളുകളാണ് നമ്മൾ. ഇന്ന് ഞാനില്ലെങ്കിൽ എനിക്ക് പകരം അടുത്ത ഒരാളുടെ വെയിറ്റിംഗിലാണ്. നിങ്ങളില്ലെങ്കിൽ നിങ്ങൾക്ക് പകരം വേറൊരാൾ വെയിറ്റിംഗിലാണ്. എന്തുകൊണ്ട് നിങ്ങളെ നിങ്ങളുടെ സ്ഥാപനം നിങ്ങളെ അവിടെ അപ്പോയിന്റ് ചെയ്യണം? അതല്ലെങ്കിൽ നിങ്ങളെ അവിടെ നിലനിർത്തണം. വേറൊരാളെ വെക്കാലോ. അപ്പോൾ അങ്ങനെ വെക്കാൻ, നിങ്ങളെ മാറ്റാൻ പറ്റാത്ത രീതിയിലേക്ക് നിങ്ങൾ ഉയരണം. നിങ്ങൾ റെസിഗ്നേഷൻ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ പോവല്ലേ എന്ന് പറയണം അവര്. അതല്ലാതെ എന്നാ പോയിക്കോ, കാത്തിരിക്കായിരുന്നു, റെസിഗ്നേഷൻ കിട്ടാൻ വേണ്ടി കാത്തിരിക്കായിരുന്നു, പോയിക്കോളൂ എന്ന് പറയുന്നതിന് പകരം പോകല്ലേ, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? അതാണ് ചോദ്യം അല്ലേ? അപ്പൊ നമ്മൾ ഡേ ബൈ ഡേ നമ്മളുടെ വാല്യൂ നമ്മൾ ഉയർത്തുന്നുണ്ടോ? നമുക്കൊരു വാല്യൂ ഉണ്ട് അല്ലെ? നമ്മൾ ഇന്റർവ്യൂവിന് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് 50,000 രൂപ ഒരു മാസം തരാം എന്ന് പറഞ്ഞ 50,000 രൂപയാണ് നിങ്ങളുടെ വാല്യൂ. അതിനെ നിങ്ങൾ 1 ലക്ഷത്തിലേക്ക് ഉയർത്തണമെങ്കിൽ നിങ്ങൾ പഠിക്കണം, നിങ്ങളുടെ സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യണം, നിങ്ങൾ കുറെ സർട്ടിഫിക്കറ്റുകൾ നിങ്ങൾ കരസ്ഥമാക്കണം. എന്നിട്ട് നിങ്ങൾ പോയി കഴിഞ്ഞാൽ അവർ 50,000 തരുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലും നിങ്ങൾക്ക് അങ്ങോട്ട് ചോദിക്കാം, എനിക്കത് പോരാ, എനിക്ക് 1 ലക്ഷം കിട്ടണം. കാരണം എൻ്റെ ക്വാളിഫിക്കേഷനും എൻ്റെ സ്കിൽസും എൻ്റെ എക്സ്പീരിയൻസും മീറ്റപ്പ് ചെയ്യുന്നത്, അതല്ലെങ്കിൽ അത് ഇവിടെ കാണിക്കുന്നത് 1 ലക്ഷമാണ്. നമുക്കത് വേണ്ടാന്ന് വെക്കാം. 1 ലക്ഷം തരുന്ന ആളുകൾ നമ്മളെ കൊത്തിക്കൊണ്ട് പോകും. അത് നമ്മുടെ കോൺഫിഡൻസ് ആണ്. അപ്പൊ നമ്മുടെ വാല്യൂ ഉയരുന്നുണ്ടോ? അതല്ല നമ്മൾ ഇപ്പോഴും റീൽസ് ഒക്കെ കണ്ട് ഇപ്പോഴും ആ പഴയ നമ്മളുടെ എല്ലാ കഴിവും നമ്മൾ നശിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുകയാണോ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ സ്വയം തിരിച്ചറിയുക എന്നുള്ളതാണ്. അപ്പൊ ആ രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ബി എ മാസ്റ്റർ എന്നുള്ളതാണ്. ലേൺ, ആക്ഷൻ ആൻഡ് ഇംപ്രൂവ്മെന്റ്. ലേൺ ചെയ്യുക, ആക്ഷൻ എടുക്കുക, വീണ്ടും 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 ഇംപ്രൂവ് ആയിക്കൊണ്ടേയിരിക്കുക. ദാറ്റ് ഇസ് ദ ബി എ മാസ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എൻവയൺമെന്റ് ആണ്. ഓക്കെ, എൻവയൺമെന്റ്. നമ്മൾ ട്രെയിനറൊക്കെ ആവുന്ന സമയത്ത് നമ്മുടെ എൻവയൺമെന്റ് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ ഫ്രണ്ട് സർക്കിൾ, അതല്ലെങ്കിൽ ജോയിൻ എ ട്രെയിനേഴ്സ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അതായത് നമ്മളെ എപ്പോഴും നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നമ്മളെ പിന്നിലോട്ട് നയിക്കുന്ന കുറെ ഘടകങ്ങളുണ്ടാവും. നമ്മുടെ ഫാമിലി, അതല്ലെങ്കിൽ നമ്മുടെ ഫിനാൻഷ്യൽ ഇഷ്യൂസ്, ഇതെല്ലാം നമ്മളെ പിന്നോട്ട് നയിക്കും. പക്ഷെ നമ്മുടെ ഒരു ഫ്രണ്ട് സർക്കിൾ, അതല്ലെങ്കിൽ ഒരു ട്രെയിനേഴ്സ് കമ്മ്യൂണിറ്റി, ഇതെല്ലാം നമ്മളെ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും. അപ്പോൾ എ പവർഫുൾ കമ്മ്യൂണിറ്റി ക്യാൻ ഫാസ്റ്റ് ട്രാക്ക് യുവർ ഗ്രോത്ത് 10x എന്നുള്ളതാണ് അല്ലെ? നമ്മൾ ഒരു കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി അല്ലെ, ഇപ്പൊ നമ്മൾ അധികം വായിക്കാത്ത ആൾക്കാരാണെങ്കിൽ അല്ലെ, നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ അധികം വായിക്കൂല. നിങ്ങൾക്ക് വായിക്കാൻ താല്പര്യമുണ്ട്, പക്ഷെ അങ്ങനെ വായിക്കാനൊന്നും അധികം സമയം കണ്ടെത്താറില്ലാത്ത ഒരാളാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക, റീഡിങ്ങിന്റെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ. അപ്പൊ അതിൽ ജോയിൻ ചെയ്യുന്നു. അപ്പൊ ഡെയിലി എന്താണ് അത് തുറന്നു നോക്കുന്ന സമയത്ത് അവര് ബെന്യാമിന്റെ ആടുജീവിതം വായിച്ചു, മറ്റേ എന്താണ് മുല്ലപ്പൂ നിറമുള്ള പൂക്കൾ, അത് വേറെ, അങ്ങനെ ഓരോ ദിവസം ഓരോ അപ്ഡേറ്റ് ആണ്, അവര് വായിച്ചത്. അപ്പൊ തന്നെ നമ്മളൊരു മൈൻഡ് ഇങ്ങനെ പതുക്കെ മാറി വരും. പിന്നെ നമ്മൾ ചിലപ്പോൾ അതിൽ നിന്ന് 1-2 കൂട്ടുകാരൊക്കെ കിട്ടും. അപ്പൊ അവരുടെ വീട്ടിലൊക്കെ പോകുന്ന സമയത്ത് അവിടെ അലമാരിയിൽ നിറച്ച് പുസ്തകങ്ങൾ. അപ്പൊ ഇതെന്താണിത്? ഇത് ഞാൻ പുസ്തകങ്ങൾ മേടിച്ചതാണ്. പുസ്തകങ്ങൾ ഇതൊക്കെ ഞാൻ വായിച്ചതാണ്, ഇതൊക്കെ ഞാൻ വായിക്കാൻ വേണ്ടി മേടിച്ചു വെച്ചതാണ്. അപ്പൊ തന്നെ നമ്മൾ ഓട്ടോമാറ്റിക്കലി ട്രാൻസ്ഫോം ആയി തുടങ്ങും. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഇടപെടുന്ന എല്ലാ മേഖലകളും പുസ്തകങ്ങളായിട്ട് മാറുന്നു. അതിന്റെ വായനകൾ, അതിന്റെ റിസൾട്ടുകൾ, അതിന്റെ പരിവർത്തനങ്ങൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ വായിക്കാൻ പ്രേരിപ്പിക്കപ്പെടുന്നു എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ വായിച്ചതിന് ശേഷം നമ്മുടെ വാക്കുകൾ മാറുന്നു, നമ്മുടെ ചിന്തകൾ മാറുന്നു, ലോക വിവരങ്ങൾ മാറുന്നു.
ഒരു ക്രിയേറ്റിവിറ്റി നമുക്ക് രൂപപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇതേപോലെ നമുക്ക് എന്താണ് മാറേണ്ടത്? നിങ്ങൾക്ക് നല്ലൊരു കൗൺസിലർ ആകണോ? നിങ്ങൾ എന്ത് ചെയ്യുക? നല്ല കൗൺസിലേഴ്സിന്റെ ടീമിന്റെ കൂടെ അങ്ങോട്ട് ചേരുക തന്നെ. അവരുമായിട്ട് നല്ല ആളുകളായിരിക്കണം കേട്ടോ, നല്ല ടീമായിരിക്കണം. അതല്ലെങ്കിൽ എന്താണ് നെഗറ്റീവ് അടിച്ച് നമ്മൾ. അപ്പൊ നല്ല ടീമുകൾ, നല്ല സർക്കിളുകളുടെ കൂടെ നമുക്ക് എന്താകണം? ആ ടീമിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യുക? കൂടെ ചേരുക. അപ്പൊ നിങ്ങളുടെ ആ ഒരു ഗ്രോത്ത് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ അവിടെ എന്താണ്? കമ്മ്യൂണിറ്റി പിയർ സപ്പോർട്ട് അല്ലെ? അങ്ങനെയുള്ള കമ്മ്യൂണിറ്റിയിൽ ചേരുന്ന സമയത്ത് പലരും നമ്മളെ സപ്പോർട്ട് ചെയ്യും. അതേപോലെ നെറ്റ്വർക്കിംഗ്, അവിടെ എന്താണ്? നമുക്ക് നല്ലൊരു നെറ്റ്വർക്കിംഗ് അവിടെ രൂപപ്പെടുത്താൻ പറ്റും. ആളുകളുമായിട്ട് കണക്ഷൻ, നല്ല ഫീഡ്ബാക്കുകൾ കിട്ടും. അതേപോലെ തന്നെ അവിടെ നിന്ന് നല്ല ഓപ്പർച്യൂണിറ്റീസ് കിട്ടും. അപ്പൊ അവിടെ എന്താണ്? നമ്മളൊരു എൻവയൺമെന്റ് നമ്മൾ ഓക്കെ, സോറി കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു എൻവയൺമെന്റ് നമ്മൾ എന്ത് ചെയ്യാം? രൂപപ്പെടുത്തുക എന്നുള്ളതാണ്. അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് ബിൽഡ് യുവർ ബ്രാൻഡ് ആൻഡ് അതോറിറ്റി എന്നുള്ളതാണ്. നമ്മൾ നല്ല ബ്രാൻഡായിട്ട് മാറുക എന്നുള്ളതാണ്. നല്ല ബ്രാൻഡായിട്ട് മാറുക, നമ്മൾ അതോറിറ്റി ഉള്ള ആളാവുക. അപ്പൊ ബ്രാൻഡ് ആവുക എന്ന് പറയുന്ന സമയത്ത് ആസ് എ ട്രെയിനർ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഒരു പ്രൊഡക്റ്റ് ആണ്. നമ്മൾ പ്രൊഡക്റ്റ് ആവുക എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്? അവിടെ നമ്മൾ എന്ന് പറയുന്ന ഓരോരുത്തരും നമ്മളെയാണ് വിൽക്കാൻ പോകുന്നത് കേട്ടോ. നമ്മളെ ഓരോരുത്തരും നമ്മൾ വിൽക്കാൻ പോവാണ്. വൺ മൊമെന്റ്, ഞാൻ ഒന്ന് വെള്ളം കുടിച്ചു. അപ്പോ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? നമ്മളെ വിൽക്കാൻ പോവാണ്. ഇവിടെ പ്രൊഡക്റ്റ് ആരാണ്? നമ്മളാണ്. അപ്പൊ നമ്മളെ ബ്രാൻഡ് ചെയ്യണം. നമ്മളൊരു മൊബൈൽ വിൽക്കുന്നത് പോലെ, നമ്മളൊരു സോപ്പ് വിൽക്കുന്നത് പോലെ, നമ്മളൊരു പെർഫ്യൂം വിൽക്കുന്നത് പോലെ, ഒരു ട്രെയിനർ ആകുന്ന സമയത്ത്, ഒരു കോച്ച് ആകുന്ന സമയത്ത് നമ്മളുടെ വാക്കുകളെയാണ് നമ്മൾ വിൽക്കാൻ പോകുന്നത്. നമ്മളുടെ ഇടപെടലുകളെയാണ് നമ്മൾ വിൽക്കാൻ പോകുന്നത്. നമ്മുടെ കമ്മ്യൂണിക്കേഷനെ, നമ്മളുടെ ഗൈഡൻസിനെ നമ്മൾ വിൽക്കാൻ പോവാണ്. അല്ലെങ്കിൽ നമ്മുടെ സാന്നിധ്യത്തിനെ നമ്മൾ വിൽക്കാൻ പോവാണ്. സാന്നിധ്യം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒരു പ്രസൻസിന് പോലും വിലയുണ്ട്. അതിനെയാണ് നമ്മൾ വിൽക്കാൻ പോകുന്നത്. അതാണ് പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തരാണ് പ്രൊഡക്റ്റ്. അപ്പോൾ ആ പ്രൊഡക്റ്റിനെ നമ്മൾ എന്ത് ചെയ്യണം? ബ്രാൻഡ് ചെയ്യണം. ഏതൊരു പ്രൊഡക്റ്റും ബ്രാൻഡ് ആകുന്നത് പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? നമുക്ക് ബ്രാൻഡ് ചെയ്യുക എന്നുള്ളത് ഒരു പ്രൊഫഷണൽ ട്രെയിനർ ആകുന്ന സമയത്ത് തീർച്ചയായിട്ടും നമ്മൾ ചെയ്യേണ്ട ഒരു സ്റ്റെപ്പുകളിൽപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോ യു ആർ നോട്ട് ജസ്റ്റ് എ ട്രെയിനർ, യു ആർ എ ബ്രാൻഡ്. നമ്മൾ എന്താണ്? നമ്മൾ ഒരു ബ്രാൻഡ് ആണ്. അപ്പൊ അതിന് നമുക്ക് സോഷ്യൽ പ്രൂഫുകൾ ഉണ്ടാവണം നമ്മുടെ കയ്യിൽ. എന്താണ്? നമ്മൾ എവിടെയെങ്കിലൊക്കെ സംസാരിച്ചിട്ടുണ്ടോ? നമുക്ക് എന്തൊക്കെയാണ് നമ്മുടെ ക്വാളിഫിക്കേഷൻ? അതല്ലെങ്കിൽ നമ്മൾ സംസാരിച്ച ഫോട്ടോസ് നമ്മുടെ കയ്യിലുണ്ടോ? വീഡിയോസ് ഉണ്ടോ? നമ്മൾ ഇടപെട്ട എന്തെങ്കിലും പ്രവർത്തനങ്ങളുണ്ടോ? ഇതൊക്കെ സോഷ്യൽ പ്രൂഫ്സ് ആണ്. ഇതെല്ലാം നമ്മൾ കീപ്പ് ചെയ്യണം. ഏറ്റവും മനോഹരമായിട്ട് നമ്മൾ കീപ്പ് ചെയ്യാം. പിന്നെ സോഷ്യൽ മീഡിയ പ്രസൻസ്, ഇത് വളരെ പ്രധാനമാണ്. ഇന്നത്തെ കാലത്ത് നമുക്ക് ഓരോരുത്തർക്കും സോഷ്യൽ മീഡിയ പ്രസൻസ് ഉണ്ടാകണം. നമുക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ടാകണം, നമുക്കൊരു ഇൻസ്റ്റഗ്രാം ഉണ്ടാകണം, നമുക്കൊരു ഫേസ്ബുക്ക് ഉണ്ടാകണം. ഇങ്ങനെ മിനിമം ഇത്രയെങ്കിലും സോഷ്യൽ മീഡിയ പ്രസൻസുകൾ ഉണ്ടാവണം. ഇതൊക്കെ നമുക്കുണ്ട്. പക്ഷെ എന്താ ഇതിലുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ മൂന്നാർ ടൂർ പോയപ്പോൾ ഐസ്ക്രീം കഴിച്ചത് അതിലുണ്ട് അല്ലെ? പിന്നെ അതേപോലെ തന്നെ നമ്മുടെ മോന്റെ ബർത്ത്ഡേ വന്നപ്പോൾ ഫോട്ടോയും ഉണ്ട്, വീഡിയോ ഉണ്ട്. പിന്നെ നമ്മൾ ബൈക്കിലൂടെ ഇങ്ങനെ ചെത്തി നടക്കുന്ന കുറെ വീഡിയോസ് അതിൽ നമ്മൾ ഇട്ടിട്ടുണ്ട്. അതിന് നല്ല പിന്നെ എന്ത് കൊടുത്തിട്ടുണ്ട്? നല്ല മ്യൂസിക്കും കൊടുത്തു. ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളാണ് ഇപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. യൂട്യൂബിൽ അക്കൗണ്ട് എടുക്കാൻ നമുക്ക് പൈസ വേണ്ട, ഇൻസ്റ്റഗ്രാമിൽ അക്കൗണ്ട് തുറക്കാൻ പൈസ വേണ്ട, ഫേസ്ബുക്കിൽ അക്കൗണ്ട് എടുക്കാൻ പൈസ വേണ്ട. പക്ഷേ ഇതെല്ലാം നമുക്കൊരു പ്രൊഫഷണൽ ലൈഫില്, നമ്മുടെ കരിയറിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ള പിന്നെ ഏരിയകളാണ്. ഇതിനൊന്നും നമ്മൾ പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല. ഫ്രീ ആയിട്ട് നമുക്ക് അക്കൗണ്ട് തുറക്കാം. പക്ഷേ നമ്മൾ അതൊന്നും യൂസ് ചെയ്യില്ല എന്നുള്ളതാണ്. എൻ്റെ അക്കൗണ്ടില് ഞാനൊരു 100 വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും ഞാൻ ഇവിടെ ക്ലാസ് എടുക്കുന്ന സമയത്തും ഇവിടെ പിന്നെ യൂട്യൂബിൽ എൻ്റെ വീഡിയോ ആരോ ഇരുന്ന് കാണുന്നുണ്ട്. ആരോ ഇപ്പോഴും ഇരുന്ന് കാണുന്നുണ്ട്. അടുത്ത മൊമെന്റ് ഞാൻ പറയാണ്, 100 വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്.
അവിടെ ആരും ഇരുന്ന് കാണുന്നുണ്ട്. അപ്പോ നമുക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന, നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, ഇൻസ്റ്റഗ്രാമിൽ ഞാനിട്ട ഫോട്ടോസ്, ഇൻസ്റ്റഗ്രാമിൽ ഞാൻ ഇട്ടിട്ടുള്ള വീഡിയോസ്, ഇൻസ്റ്റഗ്രാമിലോ ഫേസ്ബുക്കിലോ ഞാൻ എഴുതിയിട്ടുള്ള കുറിപ്പുകൾ, അതെല്ലാം എനിക്ക് വേണ്ടി പണിയെടുത്തുകൊണ്ടിരിക്കുക അല്ലെ. ഞാൻ ആരെ അപ്പോയിന്റ് ചെയ്യേണ്ട ആവശ്യമില്ല. മറിച്ച് ഞാൻ ചെയ്ത വീഡിയോസും വെബിനാറുകളും പോസ്റ്റുകളും വീഡിയോസും എല്ലാം എനിക്ക് വേണ്ടി പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ആയിരക്കണക്കായുള്ള മനുഷ്യന്മാരല്ല ഏരിയകളെ നമ്മൾ രൂപപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. എനിക്ക് ആകെ 8 മണിക്കൂറേ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. 8 മണിക്കൂറോ 10 മണിക്കൂറോ മാക്സിമം വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ എനിക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന, എനിക്ക് വേണ്ടിയിട്ട് അഡ്വക്കേറ്റ് ചെയ്യുന്ന ഇഷ്ടം പോലെ വീഡിയോസ് ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോ സോഷ്യൽ മീഡിയ പ്രസൻസ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം. അതേപോലെ തന്നെ നമുക്ക് നല്ല ടെസ്റ്റിമോണിയൽസ് ഉണ്ടാവാം. ടെസ്റ്റിമോണിയൽസ് ഒക്കെ നമ്മൾ കളക്ട് ചെയ്യുക, കണ്ടന്റ് ക്രിയേഷൻസ് നമ്മൾ ചെയ്യുക. നമുക്ക് വിവരമുണ്ടെന്ന് നമുക്ക് മനസ്സിലായിട്ട് കാര്യമില്ല, വേറൊരാൾക്ക് തിരിച്ചറിയണം അല്ലെ. എന്നാലല്ലേ നമ്മളിലേക്ക് വരുള്ളൂ. എന്തുകൊണ്ട് അവർ എന്നിലേക്ക് വരണം, അവരെന്തുകൊണ്ട് എന്നെ ചൂസ് ചെയ്യണം എന്ന് നമുക്ക് അവരെ അറിയിക്കാൻ പറ്റണം. അവിടെയാണ് എൻ്റെ മിടുക്ക്. എനിക്ക് ഒരുപാട് ക്വാളിഫിക്കേഷൻ ഉണ്ട്, എനിക്ക് പിന്നെ MSc ഉണ്ട്, PhD ഉണ്ട്, അല്ലെങ്കിൽ MPhil ഉണ്ട്, എല്ലാം ഉണ്ട്. എനിക്ക് നല്ല അറിവുണ്ട്, നല്ല കഴിവുണ്ട്, എല്ലാവരും ഇങ്ങോട്ട് വരട്ടെ എന്ന് പറഞ്ഞ് ഇരിക്കുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ അങ്ങോട്ട് ഇറങ്ങുക എന്നുള്ളതാണ്. നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ എന്ന് പറയുന്ന ഒരാൾ നമ്മളുടെ അറിവിനെയും നമ്മളുടെ കഴിവിനെയും മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. അതിന് ഇത്തരം പ്ലാറ്റ്ഫോമുകളൊക്കെ നമ്മൾ യൂസ് ചെയ്യുക. നിങ്ങൾക്ക് അറിവുണ്ട്, നിങ്ങൾക്ക് കഴിവുണ്ട് എന്ന് തിരിച്ചറിയുന്ന സമയത്ത് നിങ്ങളെ തേടി ആളുകൾ വരും. നിങ്ങളെ തേടി ആളുകൾ വരും അല്ലെ. നമ്മൾ അങ്ങനെ പല ആളുകളുടെ അടുത്തും പോയിട്ടില്ലേ, പല സ്ഥാപനങ്ങളിലേക്കും പോയിട്ടില്ലേ? ഉണ്ട്. യെസ്. അപ്പൊ ഇതേപോലെ നിങ്ങൾക്ക് അറിവും കഴിവും ഉണ്ട് എന്ന് മറ്റുള്ളവർ തിരിച്ചറിഞ്ഞാൽ, നിങ്ങൾക്ക് വാല്യൂ ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞാൽ, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ മറ്റുള്ളവരുടെ നമ്പർ നമ്മൾ കളക്ട് ചെയ്യുന്നത് പോലെ തന്നെ നിങ്ങളെ തേടി വരും. എത്ര അകലെയാണെങ്കിലും നമ്മൾ അവിടേക്ക് എത്തിയിരിക്കും. നിങ്ങളെ തേടി ആളുകൾ വന്നിരിക്കും. അപ്പോ അതിനെന്താണ് വേണ്ടത്? നല്ല കണ്ടന്റുകൾ നിങ്ങൾ രൂപപ്പെടുത്തുക. കണ്ടന്റ് ക്രിയേഷൻ നിങ്ങൾക്ക് വീഡിയോസ് ആകാം, അതല്ലെങ്കിൽ ഒരാൾക്ക് നിങ്ങൾ അറിവ് പറഞ്ഞു കൊടുക്കുന്നതായിരിക്കാം, ഒരാൾ വിളിച്ചു കഴിഞ്ഞാൽ ആൾക്ക് അറിവ് പകർന്നു കൊടുക്കുന്നതായിരിക്കാം, ഫ്രീ സെഷൻസ് വെക്കുന്നതായിരിക്കാം. ഇങ്ങനെ തുടങ്ങി കണ്ടന്റുകൾ നിങ്ങൾ എന്ത് ചെയ്യുക, രൂപപ്പെടുത്തുക എന്നുള്ളതാണ്. ആൻഡ് ദ ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് സ്റ്റേ അപ്ഡേറ്റഡ് എന്ന് പറയുന്നതാണ്. ആസ് എ പ്രൊഫഷണൽ ട്രെയിനർ, സ്റ്റേ അപ്ഡേറ്റഡ്. എപ്പോഴും പഠിച്ചുകൊണ്ടേയിരിക്കുക, എപ്പോഴും നമ്മൾ അപ്ഡേറ്റഡ് ആയിക്കൊണ്ടേയിരിക്കുക, എപ്പോഴും പുതിയ കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുക, എപ്പോഴും നല്ല നല്ല കാര്യങ്ങൾ, ടെക്നോളജികളെ നമ്മൾ അക്വയർ ചെയ്യുക. ഇങ്ങനെ നമ്മുടെ ലൈഫിൽ നമ്മൾ എപ്പോഴും അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കുക എന്നുള്ളത് അതിന്റെ ഒരു മനോഹരമായിട്ടുള്ള അതിന്റെ ഒരു ലാസ്റ്റ് സ്റ്റെപ്പാണ്. അപ്പോ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് പറഞ്ഞാൽ ഇസ് ഇറ്റ് പോസിബിൾ, വൈ നമ്മൾ ഡിസ്കസ് ചെയ്തു, ഹോബി ട്രെയിനർ വേഴ്സസ് പ്രൊഫഷണൽ ട്രെയിനർ പറഞ്ഞു, ഫൈൻഡ് എ മെന്റർ പറഞ്ഞു, നിഷ് മാർക്കറ്റ് പറഞ്ഞു, ഗെയിൻ കോർ കോമ്പിറ്റൻസീസ് പറഞ്ഞു, ബി എ മാസ്റ്റർ പറഞ്ഞു, എൻവയൺമെന്റ് പറഞ്ഞു, ബിൽഡ് യുവർ ബ്രാൻഡ് ആൻഡ് അതോറിറ്റി പറഞ്ഞു, ഗെറ്റ് സർട്ടിഫൈഡ് ആൻഡ് സ്റ്റേ അപ്ഡേറ്റഡ്. ഇത്രയും സ്റ്റെപ്പുകൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പകർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ജീവിതത്തെ നമുക്ക് രൂപപ്പെടുത്താൻ പറ്റും. നമുക്ക് ഒരാളെയും നമുക്ക് മരണത്തിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, രക്ഷപ്പെടുത്താൻ പറ്റില്ല. മരണം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും അതിന് കീഴടങ്ങേണ്ടി വരും. പക്ഷേ ജീവിതത്തിൽ മരിച്ചു ജീവിക്കുന്ന എത്രയോ മനുഷ്യന്മാരുണ്ട്, പക്ഷെ അവരെ നമുക്ക് കൈപിടിച്ചുയർത്താൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. ജീവിതത്തിൽ നിന്ന് ആയിരക്കണക്കായിട്ടുള്ള മനുഷ്യന്മാരെ രക്ഷപ്പെടുത്താൻ നമുക്ക് സാധിക്കുമോ? പറ്റും. അതിലേക്ക് നമ്മൾ ഇറങ്ങിത്തിരിക്കുക. അതൊരു ട്രെയിനിങ്ങിലൂടെ നമുക്ക് സാധിക്കും എന്നുള്ളതാണ്, ഒരു ഇൻഫ്ലുവൻസിങ്ങിലൂടെ നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. അപ്പോ ബി എ ഗ്രേറ്റ് ട്രെയിനർ എന്ന് പറഞ്ഞാൽ ബി എ ബെറ്റർ പേഴ്സൺ എന്നുള്ളതാണ്. നമ്മൾ ഏറ്റവും മനോഹരമായിട്ടുള്ള ആവിഷ്കാരങ്ങളായിട്ട് നമ്മൾ മാറുന്ന സമയത്ത്, നമ്മൾ റോൾ മോഡലുകളാകുന്ന സമയത്ത് മറ്റുള്ളവരുടെ അടുത്ത് പോയിട്ട് വെറുതെ നിന്നാൽ മാത്രം മതി. അതിലൂടെ ഒരുപാട് കാര്യങ്ങൾ നമ്മളിൽ നിന്ന് അവരെന്ത് ചെയ്യും, അവർ ആകർഷിച്ചെടുക്കും, അവരുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരും എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ ഒരുപാട് ആളുകളുടെ ഹൃദയത്തിൽ കയറിക്കൂടാൻ പറ്റുന്ന, ഒരുപാട് ആളുകളുടെ ജീവിതത്തെ നമ്മൾ എംപവർ ചെയ്യുന്ന, ഇൻസ്പയർ ചെയ്യുന്ന, ഒരുപാട് ആളുകളിൽ യൂട്ടേണുകളാക്കുന്ന, ജീവിതത്തിൽ ചില യൂട്ടേണുകൾ ഉണ്ടാകും അല്ലെ. ഒരുപാട് വർഷങ്ങൾ ഒരേപോലെ സഞ്ചരിച്ച് അവിടെ നിന്ന് അങ്ങോട്ട് അവരെ തിരിച്ചുവിടുന്ന, അവരുടെ ലൈഫ് ചേഞ്ചിങ് ആകുന്ന മൊമെന്റുകളിൽ നമുക്ക് ഇടപെടാൻ പറ്റുന്ന ആളുകളായിട്ട് നമുക്ക് മാറാൻ പറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ ലൈഫിന് നൽകുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ. ഞാൻ എന്തിനു ജീവിക്കണം
അല്ലെ? ഒരു യാന്ത്രികമായിട്ടുള്ള ജീവിതം അല്ലെ? ചിലപ്പോ പലരും ചോദിക്കാറുണ്ട് അല്ലെ, ഞാൻ രാവിലെ എഴുന്നേൽക്കുന്നു, അതേപോലെ തന്നെ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു, പിന്നെ ഉച്ചക്ക് ഭക്ഷണം കഴിക്കുന്നു, പിന്നെ വീണ്ടും വൈകുന്നേരം ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങുന്നു എന്ന യാന്ത്രികതക്കപ്പുറത്ത് നമുക്ക് ഇടയ്ക്കെങ്കിലും ഒക്കെ നമ്മുടെ ലൈഫിനെ കുറിച്ച് ആലോചിക്കുന്ന സമയത്ത് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ അല്ലെ? ആ ഒരു സാറ്റിസ്ഫാക്ഷൻ, ഒരു ഒരു ലൈഫിന് ഒരു പർപ്പസും മീനിങ്ങും ഒക്കെ രൂപപ്പെടുത്താൻ നമുക്ക് പറ്റുന്നിടത്ത് തീർച്ചയായിട്ടും നമുക്ക് ജീവിക്കാൻ കൊതിയാവും. ഓരോ ഓരോ ലൈഫും ഓരോ ദിവസവും നമ്മൾ ആസ്വദിക്കും. രാത്രി കിടക്കാൻ നേരത്ത് ഞാനിത് എന്ത് ചെയ്തു എന്ന് ആലോചിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും നമുക്ക് മനോഹരമായിട്ട് കണ്ണടച്ച് കിടക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയുള്ള ലൈഫ് ചേഞ്ചിങ് ആയിട്ടുള്ള സെൽഫ് ട്രാൻസ്ഫോർമേഷൻ, അതന്നെയാണ് ഞാൻ പറയുന്നത്. നമ്മൾ മറ്റുള്ളവരെ ചേഞ്ച് ചെയ്യാനല്ല പോകുന്നത്, നമ്മളിൽ ഒരു ചേഞ്ച് ഉണ്ടാക്കുകയാണ്. അതാണ് നമ്മുടെ ഒരു പ്രൊഫഷണൽ ട്രെയിനിങ് എന്ന് പറയുന്നതിന്റെ അടിസ്ഥാനപരമായിട്ട് അതിൽ നിന്ന് നമ്മൾ ചേഞ്ച് ആകുന്നതിലൂടെ നമ്മളിൽ ഒരു പ്രകാശം ഉണ്ടാകും. ആ പ്രകാശത്തെയാണ് നമ്മൾ മറ്റുള്ളവരിലേക്ക് നമ്മൾ പ്രസരിപ്പിക്കുന്നത് അല്ലെ? നമ്മളിൽ നിന്ന് ഒരു പ്രകാശത്തെ മറ്റുള്ളവരിലേക്ക് പ്രകാശിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. അതാണ് ഒരു മനുഷ്യനെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ആവിഷ്കാരത്തിലേക്ക് നമ്മളെ എത്തിപ്പിക്കുന്ന ഒരു മനോഹരമായ പ്രവർത്തനത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ ഇറങ്ങിത്തിരിക്കുക. ദാറ്റ്സ് എ ട്രാൻസ്ഫോർമേഷൻ. അപ്പൊ ആ രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകുക. ആ ഒരു രീതിയിലാണ് നമ്മളുടെ കാര്യങ്ങൾ നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പോ ഇന്ന് നമ്മൾ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് മാക്സിമം കാര്യങ്ങൾ ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സ്റ്റെപ്പുകളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. അതേപോലെ തന്നെ നമ്മളുടെ പ്രൊഫഷണൽ ട്രെയിനിങ്ങിന്റെ നമ്മളുടെ ബാച്ച് നമ്മൾ തിങ്കളാഴ്ച മുതൽ അതിന്റെ 20ാമത്തെ ബാച്ചാണ് നമ്മൾ തുടങ്ങാൻ പോകുന്നത്. 2 മാസത്തെ കോഴ്സാണ്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ചോദിക്കാം. എന്നെ പേഴ്സണലി ബന്ധപ്പെടുകയോ അല്ലെങ്കിൽ ഓഫീസിൽ ബന്ധപ്പെടുകയോ ചെയ്താൽ മതി. അപ്പൊ ഇനി Q&A സെഷൻ ആണ്. അതേപോലെ തന്നെ ഫീഡ്ബാക്ക് പറയാം എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെയുള്ളത്. അപ്പോ എല്ലാവർക്കും ഒരിക്കൽ കൂടി സന്തോഷം. ഓവർ ടു ദ ഓഡിയൻസ്. നിങ്ങളുടെ ചോദ്യങ്ങൾ അതേപോലെ തന്നെ വിമർശനങ്ങൾ, സാർ ഇത് ഇങ്ങനൊന്നല്ല സാറ് ഇത് എന്തൊക്കെയാ പറയുന്നത് അതും പറയാം കേട്ടോ. ഐ എക്സ്പെക്ട് ഇറ്റ്. ഓക്കെ, അങ്ങനെയും പറയാം. അതേപോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക്, നിങ്ങളിൽ എന്തെങ്കിലും ഒരു ഇമ്പാക്ട് ഉണ്ടായിരുന്നോ എന്നുള്ള കാര്യം കൂടി നിങ്ങൾക്ക് പറയാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഹായ് സർ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഞാന് സാർ 98 ബാച്ച് സ്റ്റുഡന്റ് ആണ്, ജാഹിർ. അപ്പോ നമ്മള് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് ഇങ്ങനെ ഒരു ക്ലാസ്സോ കാര്യങ്ങളോ ഞാൻ വിംബിളിൽ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഒരാൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഞാൻ ശരിക്കും വിംബിളിൽ ജോയിൻ ആയത്. എന്റെ പാഷനായിരുന്നു എനിക്കൊരു ട്രെയിനർ ആവണം. സാർ പറഞ്ഞതുപോലെ സംസാരിക്കാൻ ഒരു കഴിവുണ്ട് എന്ന് എനിക്ക് സ്വയം തോന്നിയതിന്റെ പേരിൽ ഒരു ട്രെയിനർ ആവണം, ബി എ ബെറ്റർ പേഴ്സൺ. ആദ്യം അതിലാണ് ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുണ്ടെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഞാൻ സ്റ്റാർട്ട് ചെയ്ത് വന്നതാണ്. പക്ഷെ ഇന്ന് നമ്മുടെ ക്ലാസ്സുകളൊക്കെ അവസാനിച്ചപ്പോൾ ഒരു ബെറ്റർ പ്ലേസിലാണ് വന്ന് പെട്ടത് എന്നുള്ളത് ഉറപ്പാണ്. അപ്പം പുതിയതായിട്ട് ജോയിൻ ചെയ്യുന്നവർക്ക് കൂടിയാണ് ഞാൻ ഈ പറയുന്നത്. ഇതിനകത്ത് വന്നുപെട്ട ഞാൻ പലരോടും ഈ കോഴ്സ്, ഞാൻ ചെയ്യുന്ന കോഴ്സിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ഞാൻ പലരോടും പറഞ്ഞ ഇതൊരു ചുഴിയാണ്. സത്യം പറഞ്ഞ വളരണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്ക് നമുക്ക് വിംബിൾ ചൂസ് ചെയ്യാം. കാരണം ഇവിടെ ജസ്റ്റ് ഒരു നോളജ് ഷെയർ ചെയ്ത് ഓക്കെ റെഡി, ഒരു സർട്ടിഫിക്കറ്റും കൊടുക്കുന്നതിന് പകരം സാർ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഒരു സെൽഫ് ട്രാൻസ്ഫോർമേഷൻ നമുക്ക് സ്വയം തോന്നി തുടങ്ങുന്നു എന്നുള്ളതാണ്. മറ്റൊരാൾക്ക് ഒരിക്കലും നമ്മളെ ഫുള്ളായിട്ട് ട്രാൻസ്ഫോം ചെയ്ത് കൊണ്ടുവരാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. അയാളുടെ വാക്കുകളിൽ നമുക്ക് ഉള്ളിൽ ഒരു ഇന്നർ ലൈറ്റ് കത്തിയാൽ മാത്രമേ നമുക്ക് ആ ലൈറ്റ് പ്രകാശിച്ച് തുടങ്ങി അയാൾക്ക് നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റും, അല്ലെങ്കിൽ കറണ്ട് സപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷെ ആ ലൈറ്റ് കത്തണോ വേണ്ടയോ എന്ന് ചിന്തിക്കേണ്ടത് ആ മനുഷ്യനാണ്. അപ്പം എൻ്റെ അകത്തുള്ള ആ ഒരു ലൈറ്റ് ഒന്നും കൂടി കുറച്ച് പ്രകാശം തന്നത് ഫൈസൽ സാറാണ്. അപ്പൊ ഇത് കേട്ടപ്പോൾ എനിക്ക് ഒന്നുകൂടി സന്തോഷമായി. കാരണം ഇത് കേട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എന്തായാലും ഒന്നുകൂടി ജോയിൻ ചെയ്താലോ എന്ന് ആഗ്രഹിക്കുകയാണ്. അപ്പം ഗ്രേറ്റ് സെഷൻ, അടിപൊളിയായിരുന്നു. എന്തായാലും വിംബിളിന് ഒരുപാട് കാലം ഒരുപാട് ട്രെയിനേഴ്സിനെ ട്രാൻസ്ഫോം ചെയ്യാൻ വേണ്ടി വിംബിളിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. താങ്ക് യു. താങ്ക് യു സാഹിർ സാർ, വളരെ സന്തോഷം. സാഹിർ സാർ ഓൾറെഡി നമ്മുടെ പല സെഷനുകളും നമ്മൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് മോർണിംഗ് സർക്കിൾ നമുക്ക് എല്ലാവർക്കും അറിയാം. മോർണിംഗിൽ നമുക്കൊരു 5:30 സെഷൻ ഉണ്ട്. അപ്പൊ അതിൽ നമുക്ക് ക്ലാസ്സുകൾ എടുക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടാകും. അതേപോലെ തന്നെ ഈവനിങ് നമുക്ക് ട്രെയിനേഴ്സ് ക്ലബ്ബ് ഉണ്ട്. അങ്ങനെ തുടങ്ങി വ്യത്യസ്തമായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ മറ്റു അക്കാദമികൾ നമ്മളെ
ക്ഷണിക്കാറുണ്ട് ഇതേപോലെ പ്രോഗ്രാമുകൾ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഈ നമ്മളുടെ ട്രെയിനേഴ്സിനെ നമ്മൾ കൊടുക്കാറുണ്ട്. ഓഫ്ലൈൻ സെഷൻസ് നമ്മളിപ്പോ തുടങ്ങിയിട്ടില്ല. തുടങ്ങാത്തതിനൊരു കാരണമുണ്ട്. കാരണം നമ്മൾ ഓഫ്ലൈൻ സെഷൻ നമ്മൾ തുടക്കക്കാരായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരൊറ്റ ഓഫ്ലൈൻ സെഷൻ കൊണ്ട് എന്തായാലും നടപടി ആവുന്ന ഒരു പരിപാടിയല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ. കുറച്ചൊക്കെ നമ്മൾ ട്രെയിനറൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് അപ്ഗ്രേഡ് ആവാൻ വേണ്ടിയിട്ട് ഒരു 1 day സെഷനൊക്കെ നമുക്ക് അറ്റൻഡ് ചെയ്യാം. പക്ഷെ ഇത് കംപ്ലീറ്റ്ലി ഞാൻ ചിന്തിക്കുന്നത് ഒരു മൈൻഡ് സെറ്റ് ആണ്. ആ മൈൻഡ് സെറ്റിനെ ഒരു ദിവസം നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അന്നത്തോടുകൂടി കഴിയും. അയാൾ വൈകിട്ട് സെറ്റ് ആയിരിക്കും, പക്ഷെ പിറ്റേ ദിവസം തൊട്ട് ആള് പഴയ മനുഷ്യനായിരിക്കും. പക്ഷെ അതുകൊണ്ടാണ് ഞാനൊരു 2 മാസത്തെ കോഴ്സ് സെറ്റ് ചെയ്തത്. കാരണം ആ 2 മാസം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അവരുടെ ഒരു മൈൻഡ് സെറ്റ് ശരിക്കും ചേഞ്ച് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. കാരണം നമ്മൾ ഒരിക്കലും കുറെ ട്രെയിനറൊക്കെ ആയിട്ട് കുറെ ക്ലാസ് എടുത്ത ആളുകളല്ല ഉദ്ദേശിക്കുന്നത്. തുടക്കക്കാരായിട്ട് ഇപ്പോഴും ഒന്നും ട്രെയിനിങ് എടുത്തിട്ടില്ല, അങ്ങനത്തെ ആൾക്കാരെ നമുക്ക് വേണ്ടത്. കുറെ എടുത്ത ആൾക്കാരെ നമ്മളിപ്പോ ചെയ്യുന്നില്ല. ഇപ്പൊ നമ്മൾ തുടക്കക്കാരായിട്ടുള്ള ആളുകളെ, അത് വല്ലാത്തൊരു ഒരു സാറ്റിസ്ഫാക്ഷൻ ആണ്. തീരെ സംസാരിക്കാതെ തീരെ ക്ലാസ് എടുക്കാത്ത ആളുകൾ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് 10 മിനിറ്റ് ഒക്കെ സംസാരിപ്പിക്കുക, അവർക്ക് ഒരു വെബിനാർ എടുക്കാൻ 1 മണിക്കൂറൊക്കെ സെഷൻ എടുത്തു കഴിഞ്ഞാൽ അവരുടെ ലൈഫിൽ ഉണ്ടാകുന്നത് ഭയങ്കര മാറ്റമായിരിക്കും. അപ്പൊ ആ രീതിയിൽ നമ്മൾ ചെയ്യുമ്പോൾ ഓഫ്ലൈൻ ഒരു 1 day സെഷൻ കൊണ്ടോ 2 day സെഷൻ കൊണ്ടോ നടക്കില്ല. മറിച്ച് നമ്മൾ 2 മാസം അവരെ കറക്റ്റ് ആയിട്ട് കൊണ്ടുപോയി മൈൻഡ് സെറ്റ് ഒക്കെ ചേഞ്ച് ചെയ്ത് കൂടെ ഉണ്ടാവണം കേട്ടോ. ജോയിൻ ചെയ്തിട്ട് ആ വഴി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നടക്കൂല. അപ്പോൾ അവർ കറക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ 2 മാസം കഴിയുമ്പോഴേക്കും അവർക്ക് ചേഞ്ച് ഉണ്ടാവും. അതേപോലെ തന്നെ 2 മാസത്തിന് ശേഷം നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ നിരന്തരമായിട്ട് അവർക്ക് ഓപ്പർച്യൂണിറ്റീസിന് യൂസ് ചെയ്യാനും പറ്റും. ഹലോ സർ, ആ ഞാൻ അനീസ, ക്ലാസിന്റെ 19th സ്റ്റുഡന്റ്. ആ. എനിക്ക് പറയാനുള്ളത് ഇപ്പൊ സാറ് പറഞ്ഞ പോലെ തന്നെ ഞാന് ഒരു ഏജ്ഡ് ആയ വ്യക്തിയാണ്. എൻ്റെ മോൾക്ക് കുട്ടികളായതിനു ശേഷമാണ് ഞാൻ വീണ്ടും പഠിക്കാൻ ഇറങ്ങിയിട്ടുള്ളത്. ഞാന് വിമ്പിള്ള കൂടാതെ വേറെ 3 കോഴ്സ് എടുത്തിട്ടുണ്ട്. പക്ഷെ അവിടെയൊന്നും കാണാത്തൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇപ്പൊ സാറ് പറഞ്ഞ പോലെ അവിടെയൊക്കെ ഞാൻ കണ്ടത് കുറച്ച് ആക്റ്റീവായ വ്യക്തികൾ ഉണ്ടെങ്കിൽ അവർക്കൊരു ഇമ്പോർട്ടന്റ് കൊടുത്തിട്ട് കാര്യങ്ങളും ആക്ഷനുകളൊക്കെ അവരെ കൊണ്ട് ചെയ്യിച്ച് അവരങ്ങോട്ട് പേരെടുക്കുന്ന ഒരു ഇതായിട്ടാണ് ഞാൻ അനുഭവിച്ചത് പഠിച്ചെടുത്തോളമൊക്കെ. പക്ഷെ വിമ്പിളിൽ വന്നപ്പോൾ അങ്ങനെയല്ലാണ്ട് ഞങ്ങൾ ഏറ്റവും ബാക്കിലേക്ക് നിൽക്കുന്നവരെ മുന്നിലേക്ക് തള്ളി കൊണ്ടുവന്ന സാറ് ഞങ്ങളെ അത്രയും ഒരു പ്രൊഫഷണൽ രീതിയിലേക്ക് മാറ്റുന്നുണ്ട് എന്നുള്ളൊരു കാര്യം എനിക്ക് നന്നായി ബോധ്യപ്പെട്ടു വിമ്പിളിലെ ഈ 2 മാസത്തെ ഒരു ട്രെയിനിങ് കോഴ്സ് കൊണ്ട്. താങ്ക് യു സർ, ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു അനീസ മാം, വളരെ സന്തോഷം. ഹലോ സർ, ഞാൻ അബ്ദുൽ റൌഫ്. വിമ്പിളിലെ കുറെ കോഴ്സുകൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. CBT അല്ലാതെ ഒരുപാട് കോഴ്സുകൾ. ഈ ഒരു ബക്കറ്റ് ലിസ്റ്റ് ഉള്ള ഒരു ഐറ്റമാണ് ഈ ട്രെയിനേഴ്സ്. പക്ഷെ ഈ ഒരു 2-3 മാസം ടൈമിംഗ് ഒരു പ്രശ്നമാണ്. ഇൻഷാ അല്ലാ അപ്പം വരുന്ന ബാച്ചുകളിൽ ജോയിൻ ചെയ്യണമെന്ന് വിചാരിക്കുന്നു. എന്തായാലും വിമ്പിളിന്റെ ക്വാളിറ്റി വേറെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ സൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കോഴ്സുകൾ ചെയ്തിട്ടുണ്ട്, ചെറുതും വലുതുമായിട്ടുള്ള. പക്ഷേ വിമ്പിളിന്റെ ട്രെയിനേഴ്സിൻ്റെയും ആയാലും ഫാക്കൽറ്റിയുടെ ആയാലും സ്റ്റുഡൻസിൻ്റെ ആയാലും കണ്ടന്റിന്റെ ആയാലും ആ ക്വാളിറ്റി വേറെ എവിടെ നിന്നും കിട്ടിയിട്ടില്ല. താങ്ക് യു റൌഫ് സാർ, വളരെ സന്തോഷം. തീർച്ചയായിട്ടും ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മളൊരു കൾച്ചർ രൂപപ്പെടുത്തുക എന്നുള്ളതാണ്. കേവലം നമ്മൾ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ വിൻ 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 എന്ന് നമ്മൾ പറയാറുണ്ട്. അതായത് നമ്മൾ വിജയിക്കുക, നമ്മൾ ക്ലാസ് എടുത്തവർ വിജയിക്കുക, ആ ക്ലാസ് വീണ്ടും എടുക്കുന്ന ആൾക്കാർ, അവരിൽ പോലും നമുക്ക് മാറ്റം ഉണ്ടാക്കാൻ പറ്റണം. അപ്പൊ അങ്ങനെ ഒരു കൾച്ചറാണ് നമ്മൾ രൂപപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. നമ്മളുള്ള അറിവുകൾ നമ്മളെപ്പോഴും പറഞ്ഞു കൊടുക്കുമ്പോൾ മാത്രമാണ് അത് ഇരട്ടിയാവുക. അല്ലാതെ നമ്മൾ പിടിച്ചു വെക്കരുത്. നമ്മുടെ അറിവുകൾ നമ്മൾ മാക്സിമം പറഞ്ഞു കൊടുക്കുമ്പോൾ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. അപ്പൊ നമുക്ക് വീണ്ടും പഠിക്കാൻ തോന്നും. അപ്പൊ നമ്മൾ ഉയരും അല്ലെ. അപ്പോൾ പറഞ്ഞു കൊടുത്താൽ മറ്റുള്ളവൻ വലുതാവോ എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ട് നമ്മൾ വീണ്ടും പഠിക്കാൻ ശ്രമിക്കുക. അതിനേക്കാൾ വലുതായി നമ്മൾ പഠിച്ച് നമ്മൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുക. അപ്പൊ അറിവ് എന്ന് പറഞ്ഞാൽ ഒരു വലിയ കടലാണല്ലോ അല്ലെ. അതിൽ നമ്മൾ മരണം വരെ പഠിച്ചു കഴിഞ്ഞാലും അതിലൊന്നും ആവൂല. അപ്പൊ ആയതുകൊണ്ട് നോളജ് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും കുറയൂല. നോളജ് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ കൂടെയുള്ളൂ എന്ന് നമ്മളെപ്പോഴും മനസ്സിലാക്കുക. താങ്ക് യു റൌഫ് സാർ. ഹലോ സർ, മാം. ജസീനയാണ്. ഞാൻ ഇതിലെ ട്രെയിനിങ്ങിലെ 19ാമത്തെ ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്ന ബാച്ചിലെ ആളാണ്. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്ലി ആണ്. ഫൈസൽ സാർ ആയാലും ഇതിൽ ക്ലാസ് എടുക്കുന്ന വിമ്പിൾ അക്കാദമിയുടെ
ഏത് കോഴ്സ് ഞാൻ ഒരുപാട് ക്ലാസ്സുകൾ വിംബിൾ അക്കാദമിയുടെ കേട്ടിട്ടുണ്ട്. ഇതിനൊക്കെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്ലി ആണ് ഇവരെല്ലാവരും. നമ്മൾ ഏത് സമയത്ത് എന്ത് ചോദിച്ചാലും ഇവർ പറഞ്ഞു തരും. ഇവരല്ലെങ്കിൽ വേറൊരാൾ പറഞ്ഞു തരും. അത് എപ്പോഴും ലൈനിൽ ഉണ്ടാവും ഇവര് നമുക്ക് വേണ്ടിയിട്ട്. അപ്പൊ ഇതിൽ തന്നെ ജോയിൻ ചെയ്തതിന് ശേഷം ഫൈസൽ സാർ എപ്പോഴും പറയുന്ന മാതിരി നല്ലൊരു മനുഷ്യന് മാത്രമേ നല്ലൊരു ട്രെയിനർ ആവാൻ പറ്റൂ എന്നുള്ള ആ ഒരു സെന്റൻസിൽ നിന്ന് തന്നെയാണ് ഓരോ ട്രെയിനറും രൂപപ്പെടുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ എന്തുകൊണ്ടും നല്ലൊരു എന്താ പറയാ റിലേഷനാണ് ഇവരുമായിട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ബാച്ചിൽ എല്ലാവർക്കും തന്നെ അനുഭവപ്പെട്ടിട്ടുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഇത് നല്ലൊരു അനുഭവമാണ് ഈ ഒരു ട്രെയിനിങ് പ്രോഗ്രാം. അത് എല്ലാവരും ഉപയോഗപ്പെടുത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ സർ, താങ്ക് യു. താങ്ക് യു ജസീന മാം. നമ്മുടെ ബാച്ചിൽ ഇല്ലാത്ത ആളുകളൊക്കെ ഒന്ന് പറയോ? എല്ലാവരും ബാച്ചിലുള്ളവർ വരുമ്പോ എനിക്കൊരു പ്രയാസമുണ്ട്. ബാച്ചിലില്ലാത്ത ആളുകൾ ഒരു ഫീഡ്ബാക്ക് എങ്ങനെ ഉണ്ടായിരുന്നു ക്ലാസ് എന്നൊക്കെ പറയാം, അല്ലെങ്കിൽ എന്തെങ്കിലും ചോദ്യങ്ങളൊക്കെ ചോദിക്കോ? ഞാൻ എന്റെ സൗണ്ട് ചെറിയൊരു ഇതുണ്ട് കേട്ടോ, കാരണം ഇന്നലെ രാത്രി മുതൽ ചെറിയൊരു എന്റെ പേര് ഷംല. ശമല മാം. ഞാന് ഈ ട്രെയിനിങ് ബാച്ചിലില്ല, പക്ഷെ കുറെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിന് ട്രെയിനിങ് ഇപ്പൊ പറഞ്ഞ പോലെ നമുക്കൊരു കൺഫ്യൂഷൻ ആണല്ലോ. ഈ ട്രെയിനിങ് എന്ന് പറയുമ്പോൾ ഒരുപാട് ട്രെയിനേഴ്സ് ഉള്ളൊരു കാലമാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത്. അപ്പൊ സാറിന്റെ ഈ ക്ലാസ് ഒന്ന് ആർക്കും നല്ലൊരു ട്രെയിനർ ആവാന്നുള്ള ഒരു മെസ്സേജ് ഭയങ്കര യൂസ്ഫുൾ ആയി. ഇപ്പൊ ഞങ്ങള് ചേരാൻ ഇങ്ങനെ ആലോചിക്കുന്ന ആളുകളാണല്ലോ. അപ്പൊ നല്ല ഉപകാരമായി, നല്ല ക്ലാസ് ആയിരുന്നു. ബാക്കി കുറെ ചെയ്തിട്ടുണ്ട്. വിംബിളിന്റെ ക്ലാസ് എപ്പോഴും ഇഷ്ടമാണ്. ഈ ഫ്രീ വെബിനാറും പെയ്ഡ് വെബിനാറും ഒക്കെ അഫോർഡബിൾ ആണ്. പിന്നെ നല്ല ഫീലാണ്. ഞങ്ങളിപ്പോ ലാസ്റ്റ് എനിഗ്രാമിന്റെ കോഴ്സ് കഴിഞ്ഞു. ഒരുപാട് കോഴ്സ് ചെയ്തിട്ടുണ്ട് ഇതിൽ തന്നെ. അപ്പൊ ഇപ്പൊ ഈ ട്രെയിനിങ്ങിന്റെ ഒരു സെഷനൊക്കെ കിടക്കണ്ടേ എന്നുള്ളതൊക്കെ ഇങ്ങനെ ആലോചിച്ചപ്പോ ഇങ്ങനെ നല്ലൊരു ഫീഡ്ബാക്ക് ഇപ്പൊ സ്റ്റുഡൻസ് തന്നെ പറഞ്ഞതുകൊണ്ട് ഞങ്ങൾക്ക് അതൊരു ഇൻസ്പിറേഷൻ ആയി. സ്റ്റുഡൻസ് തന്നെ ഇപ്പൊ പറഞ്ഞല്ലോ 2 പേര്. അപ്പൊ അത് ഞങ്ങൾക്ക് പുതിയ ആളുകൾക്ക് അതൊരു നല്ലൊരു ഇതായി. താങ്ക് യു. താങ്ക് യു ഷംല മാം. വേറെ ആരെങ്കിലും? ഹായ് സർ. ഹായ് ഓൾ. ഹായ്. ഞാൻ കാലിക്കറ്റാണ് പ്ലേസ്. ഞാൻ സാറിന് ഇവിടെ LD കോഴ്സ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തൊരു കാര്യം, ഞാൻ വേറെ ഒരുപാട് അക്കാഡമീസിൽ വേറെ കോഴ്സ് എല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇവരുടെ ഈ വിംപിൾ അക്കാഡമിയുടേത് വെരി വർത്ത് ആണ്. ആൻഡ് നമുക്ക് ഫ്രീ ആയിട്ട് ഒരുപാട് വെബിനാർസ് കിട്ടുന്നുണ്ട്. അത് എവിടെയും മീൻസ് ഞാൻ വേറെ അക്കാഡമിയുടെ എല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷെ വിംപിൾ ഇസ് ഇറ്റ്സ് എൻറ്റയർലി ഡിഫറെന്റ്. അത് വിംപിൾ എന്ന് പറയുന്നത് യുണീക്കാണ്. അത് നമുക്ക് എവിടെയും എന്താ പറയാ മീൻസ് വേറെ എവിടെ പോയാലും വിംപിൾ നിന്നും കിട്ടുന്നത് നമുക്ക് വേറെ എവിടെ നിന്നും കിട്ടില്ല. ആർക്കും ധൈര്യത്തോട് ചൂസ് ചെയ്യാം വിംപിൾ അക്കാഡമിയെ. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച് ലിഫ്ന മാം. വളരെ സന്തോഷം. ഇപ്പോൾ വിംപിൾ അക്കാദമി എന്നുള്ളത് ഞാൻ എപ്പോഴും പറയാറുണ്ട്, അത് നമ്മളെല്ലാവരുടെയാണ്. നമ്മളെല്ലാവരും വർക്ക് ചെയ്യാണ് അതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ്, അതല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ സാധാരണക്കാരായിട്ടുള്ള ആളുകളെ അവര് നമുക്ക് മാക്സിമം അവരെ സ്കിൽഡ് ആക്കുക, ക്വാളിഫിക്കേഷൻ കൊടുക്കുക. ഫീ ഒരു ബാരിയർ ആവുന്ന സമയത്ത് പഠിക്കണം താല്പര്യമുള്ളവരെ നമ്മൾ ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ അതിന് എല്ലാവരും ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നമ്മൾ ആരോടും ചിലപ്പോൾ സ്റ്റാറ്റസ് വെക്കണം എന്ന് പറയാറില്ല, പക്ഷെ എന്നാലും കുറെ പേരൊക്കെ അങ്ങനെ സ്റ്റാറ്റസ് ഒക്കെ വെച്ച് കാണുമ്പോൾ ഭയങ്കര സന്തോഷം ഉണ്ടാവാറുണ്ട്. അപ്പൊ അതിന് പ്രത്യേകിച്ച് എല്ലാവരോടും സ്നേഹവും സന്തോഷമൊക്കെ അറിയിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. ഓക്കെ, ഇനി ആരെങ്കിലും പറയുന്നുണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വൈൻഡ് അപ്പ് ചെയ്യാം. ഹലോ സാർ, എൻ്റെ പേര് റിയാസ്. ഞാൻ പാലക്കാട് പട്ടാമ്പിയാണ് സ്ഥലം വരുന്നത്. ഞാൻ ഇങ്ങനെ ആയിരുന്നു ആലോചിക്കുക, ഒരു ട്രെയിനർ ആവാൻ ആഗ്രഹിച്ചിട്ട് എന്താ ഒരു ഫീഡ്ബാക്ക് പറയാൻ പറഞ്ഞപ്പോ എന്താ പിന്നിലേക്ക് നിൽക്കണ, ഇങ്ങനെ സ്വയം ഇങ്ങനെ ആലോചിച്ച് നോക്കുമ്പോ എങ്ങനെ പറയാതിരിക്കാം, അങ്ങനെ വന്നതാണ്. സാറേ, സത്യം പറഞ്ഞ ഒരു ട്രെയിനർ ആവാന്നുള്ള ഒരു ആഗ്രഹം കുറച്ചു കാലമായിട്ട് ഇങ്ങനെ ഫോളോ ചെയ്തിട്ട് അതിന്റെ ഭാഗമായിട്ട് ഒരുപാട് ഈ പറഞ്ഞ പോലെ വെബിനാറും
1 ഡേ 2 ഡേ പ്രോഗ്രാമൊക്കെ അറ്റൻഡ് ചെയ്ത് വരണം. അപ്പോൾ ഒരു ട്രെയിനേഴ്സ് ഒരു പ്രോഗ്രാം ചെയ്യണം, അത് എവിടെ ചെയ്യുന്നു സത്യം പറഞ്ഞാൽ ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ അതിലൊരു ആത്മാർത്ഥത ഉള്ളതുകൊണ്ട് തന്നെ ആവണം സത്യം പറഞ്ഞാൽ പടച്ചവൻ ഇവിടെ എത്തിച്ചെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഒന്നുകൂടി ഈ ഒരു സെഷനോട് കൂടിയിട്ട് ഒന്നുകൂടിയും ഡീപ്പായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി. ആ ഒരു അന്വേഷണത്തിലാണ് ഇപ്പോൾ ഫസ്റ്റ് സംസാരിച്ച സാഹിർ സാറ് ഇങ്ങനെ പറഞ്ഞത്, ഇങ്ങനെ റഫീഖ് സാറിന്റെ ഇങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്. അപ്പൊ ഞാൻ ആദ്യം വിളിച്ചു, ഞാൻ ഓൾറെഡി പറഞ്ഞു സാർ നിങ്ങൾ എന്തൊരു പ്രോഗ്രാം ചെയ്യണ്ടല്ലോ അതിന്റെ ഡീറ്റെയിൽ ഒന്ന് പറയോ. അപ്പൊ ഒറ്റയടിക്ക് ഒരിക്കലും ആൾ പറയാൻ തയ്യാറായില്ല എന്നുള്ളതാണ്. അപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഞാൻ 1-2 അടുത്ത് എൻക്വയറി ചെയ്ത് വെച്ചിട്ടുണ്ട്, അപ്പൊ ഇങ്ങനെ ഏതാന്ന് ഇങ്ങനെ സെലക്ട് ചെയ്തുകൊണ്ട് നിൽക്കാന്ന് പറയുമ്പോ അപ്പോഴും സാഹിർ പറഞ്ഞില്ല. എന്നിട്ട് പിന്നീട് സാഹിർ ഫ്രീ ആവുമ്പോൾ എനിക്ക് വിളിക്കുകയാണ്, എടാ ഞാനും ഇതേ സെയിം പാഷൻ തന്നെയാണ് എനിക്ക്, പക്ഷെ ഞാൻ എല്ലായിടത്തും കണ്ടെന്ന് വ്യത്യസ്തമായിട്ട് ഇപ്പൊ സാർ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടുത്തെ ആ ഒരു സാറിന്റെ ഒരു പർപ്പസ് കാര്യങ്ങള് അപ്പോ ടോട്ടലി ഡിഫറെന്റ് ആണ്. ഇപ്പൊ നിലവിലും സൈക്കോതെറാപ്പി കോഴ്സൊക്കെ സൈക്കോളജി ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനൊക്കെ ഒരുപാട് വ്യത്യസ്തമാണ്. ഈ ഒന്ന് വന്ന് നോക്കി, ഈ അറിഞ്ഞിട്ട് ചെയ്താൽ മതി. അപ്പൊ അങ്ങനെയാണ് എനിക്ക് പറഞ്ഞത്. അപ്പൊ അതിനുശേഷം സാറിനായിട്ട് കോണ്ടാക്ട് ചെയ്ത് ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ വന്നതിന് ശേഷം ഇവിടെ നടക്കുന്ന പ്രോഗ്രാംസ് ആയിക്കോട്ടെ, ട്രെയിനിങ്സ്, ക്ലാസ്സസ്, എനിക്ക് തോന്നിയില്ല കേട്ടോ ഇത്രയും ഒരു സത്യം പറഞ്ഞ ഒരു വർഷത്തോളായിട്ട് ഇങ്ങനെ അന്വേഷണം നടക്കണം എവിടെ ചെയ്യുക. അല്ലെങ്കിൽ ഇപ്പൊ സാറ് നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ സെൽഫ് നമ്മള് ഓക്കെ ആയിട്ടാണല്ലോ നമ്മൾ മറ്റുള്ളവരെ ട്രാൻസ്ഫോർമേഷൻ നമ്മൾ ചെയ്യിപ്പിക്കേണ്ടത്. അപ്പോ ഇവിടുന്ന് ഈ കിട്ടുന്ന ഇത്രയും ഈ ഒരു എമൗണ്ടിൽ ഇങ്ങനെ ഒരു സർവീസ് ഇതിന്റെ ഇടയിൽ ഞാൻ എവിടെയും കണ്ടിട്ടില്ല. ഭയങ്കര അത്ഭുതമായിട്ട് തോന്നി. അൽഹംദുലില്ലാ, എന്തായാലും പേയ്മെന്റ് അടച്ചിട്ട് 20th ബാച്ചിന് വെയിറ്റ് ചെയ്യാണ്. സാറിന്റെ ഒപ്പം തന്നെ ഉണ്ട് ഇൻഷാ അല്ലാ. താങ്ക് യു റിയാസ് സാർ. അപ്പോൾ സാഹിർ സാറാണ് റിയാസ് സാറെ കണക്ട് ചെയ്തത്. അങ്ങനെ ഓൾറെഡി നമ്മുടെ 20th ബാച്ചിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. അപ്പോൾ നമുക്ക് ആ ബാച്ചിൽ കാണാം. വേറെ ഏതൊരു സാറ് മൈക്ക് അൺമ്യൂട്ട്, ബിജു സാറ് സംസാരിക്കുന്നുണ്ടോ? സംസാരിക്കണമെന്നുണ്ട് സാർ. ഞാനൊരു ബിഗിനറാണ്. ആ ഓക്കെ, അപ്പം ഞാനത് ഫസ്റ്റ് അങ്ങനത്തെ ഈ ഒരു സെഷൻ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു സെഷൻ കേൾക്കുന്നത്. അപ്പം വളരെ എന്തൊരു ഇതായിട്ട് എനിക്ക് തോന്നി. ഇപ്പൊ സാറ് പറഞ്ഞു എല്ലാവർക്കും ചെയ്യാം. സാറും ഇങ്ങനെ തന്നെ ആദ്യം പ്രാക്ടീസിലൂടെ മുമ്പോട്ട് പോകാൻ, അതേപോലെ ബൈ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഓരോ സെഷനും അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്ഗ്രേഡേഷൻ, അതായത് മീൻസ് പ്രാക്ടീസ് ആകുന്നത്. ഓക്കെ, അതായത് നമ്മളൊരു ട്രെയിനർ ആവണമെങ്കിൽ നിരന്തരമായിട്ടുള്ള പ്രാക്ടീസ് വേണം. അതാണ് ഉദ്ദേശിച്ചത് സാറേ. അതെ. ഓക്കെ. അപ്പൊ തീർച്ചയായിട്ടും ഞാൻ അത് ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. അപ്പൊ എനിക്കും ഒരു താല്പര്യം വന്നു തുടങ്ങി. അപ്പൊ ഒന്ന് ജോയിൻ ചെയ്താലോ എന്ന് ഞാനിപ്പം ആലോചിക്കുകയാണ്. ഓക്കെ, അപ്പം ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇനിയിപ്പം ഞാനും ഒരു താല്പര്യം പോലെ എനിക്ക് തോന്നുന്നു സാർ. നന്നായിട്ടുണ്ടായിരുന്നു. നമ്മളെ കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ. നമ്മുടെ നമ്പർ അതിലുണ്ടാവും, ഗ്രൂപ്പിലുണ്ടാവും. നമ്മൾ മെസ്സേജുകൾ വരുന്ന ഗ്രൂപ്പിൽ ആ ഒരു നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ സാർ. ഓക്കെ. താങ്ക് യു ബിജു സാർ. വളരെ സന്തോഷം. Get training class. One important thing here is that Pajute classes. ഓക്കെ, താങ്ക് യു. ചാറ്റ് ബോക്സിൽ മെസ്സേജുകൾ അയച്ച് കുറെ ആളുകളെ മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരെയും വായിച്ചു. സൂസൻ മാം, അർച്ചന മാം, എല്ലാവർക്കും സന്തോഷം. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ഇൻസൈറ്റ് നിങ്ങൾക്ക് തരിക എന്നുള്ളത് തന്നെയാണ് നമ്മൾ ഉദ്ദേശിച്ചത്. ഒരു ട്രെയിനർ ആകണം എന്നൊക്കെ ആഗ്രഹമുള്ള ആളുകൾക്ക് വിമ്പിൾ മാത്രമല്ല എവിടെ പോയി കഴിഞ്ഞാലും ആകാൻ സാധിക്കും നിങ്ങൾക്ക്. അപ്പൊ നമ്മൾ അങ്ങനെ ആകുന്ന സമയത്ത് നമുക്ക് ഉണ്ടാകുന്ന ഒരുപാട് ബെനിഫിറ്റുകൾ ഉണ്ട്. അപ്പൊ നമുക്ക് തന്നെ ഉണ്ടാകുന്ന ഒരു സെൽഫ് ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്, സെൽഫ് ലവ് ഉണ്ടാകുന്നു, സെൽഫ് റെസ്പെക്ട് ഉണ്ടാകുന്നു, സെൽഫ് എസ്റ്റീം ഉണ്ടാകുന്നു, സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാകുന്നു. ഇങ്ങനെ നമ്മൾ തന്നെ മാറുക എന്ന് പറയുന്ന സംഭവമുണ്ട്. നമ്മുടെ ചിന്തകൾ തന്നെ മാറിപ്പോകും. അപ്പൊ ആ രീതിയിലേക്ക് നമ്മളെ പരുവപ്പെടുത്തുന്ന ഒരു മനോഹരമായിട്ടുള്ള മേഖലയാണ് ട്രെയിനിങ് എന്ന് പറയുന്നത്. മാത്രമല്ല ഇന്നത്തെ കാലത്ത് ഇന്ത്യ ട്രെയിനിങ് ആണ്, ക്ലാസ്സുകളാണ് അല്ലെ, എല്ലായിടത്തും ക്ലാസ്സുകളാണ്. സ്കൂളുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ ടീച്ചേഴ്സിന് ക്ലാസ്, പേരൻസിന് ക്ലാസ്, പിന്നെ അതിന്റെ അടുത്ത് നിൽക്കുന്ന ആളുകൾ ക്ലാസ് എന്നൊക്കെ പറഞ്ഞ എല്ലായിടത്തും ക്ലാസ്സാണ്. അപ്പൊ അവിടെയൊക്കെ നമുക്ക് ഇതേപോലെ നമ്മൾ ഒരു യുണീക്ക് ആയി കഴിഞ്ഞാൽ നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതെല്ലാം നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാം നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇന്നത്തെ സെഷനിലൂടെ നമ്മൾ പാസ് ചെയ്ത മെസ്സേജുകൾ നിങ്ങളിലേക്ക് എത്തി എന്നറിഞ്ഞതിൽ അതിയായ സന്തോഷം. അപ്പോൾ തുടർന്നും ഇതേപോലെയുള്ള സെഷനുകൾ തീർച്ചയായിട്ടും ഉണ്ടാകും.
അപ്പൊ അതിന് നിങ്ങൾ വിംബിൾ ട്രെയിനിങ് എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പിലാണ് നമ്മളുടെ സെഷനുകൾ ഉണ്ടാകുക. അതേപോലെ തന്നെ നമ്മുടെ പ്രൊഫഷണൽ ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്ത ആളുകളുടെ സെഷനുകൾ അതിലുണ്ടാകും. അവരുള്ള അവതരണമൊക്കെ ഉണ്ടാകും. അപ്പൊ നിങ്ങൾ വരിക, അവരെ മാക്സിമം നമ്മൾ അവരെ പ്രോത്സാഹിപ്പിക്കുക, അപ്രിഷിയേറ്റ് ചെയ്യുക. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാ പ്രിയപ്പെട്ട ലേണേഴ്സിനും വളരെ സന്തോഷവും സ്നേഹവും അറിയിച്ചുകൊണ്ട് ഈ ഒരു സെഷൻ നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്തതായിട്ട് അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്. ബൈ ബൈ. ഗുഡ് നൈറ്റ്. താങ്ക് യു സർ. Good night, sir. ഗുഡ് നൈറ്റ്.